السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. صدق الله العظيم. السلام عليكم ورحمة الله. മാസങ്ങളോളം നീണ്ടുനിന്ന് ഉറക്കമൊടിച്ചും ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വിധേയമായും ജൽവയുടെ ചരിത്രത്തിലെ ഒരു വർണ്ണമനോഹരമായ ഈ യൂത്ത് ആർട്സ് കാർണിവലിന് കാർമ്മികത്വം വഹിച്ച ഫൈൻ ആർട്സിൻ്റെ കരുത്തനായ ചെയർമാൻ മസ്ഊദ് ഈ സമാപന സെഷന് സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എൻ്റെ സ്വാഗത ഭാഷണത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമുക്കറിയാം, ജൽവയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് നമ്മുടെ യൂത്ത് ആർട്സ് കാർണിവൽ എന്നുള്ളത്. ഒരുപാട് മാസത്തെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഈ വലിയ വേദിക്ക് മുന്നിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ സാധ്യമാകുന്നത്. ഒരുപാട് ആളുകളോട് നന്ദി പറയാനുണ്ട്. ഉസ്താദുമാർ
ഈ വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചപ്പോ എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. കൃത്യമായി സുതാര്യമായി ഈ ഒരു പൊസിഷൻ എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമാകുമോ എന്നുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ, പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടെ കൃത്യമായി സുതാര്യമായി ഈ പ്രവർത്തനം നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേവലം എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല ഇത് ഇത്രമേൽ മനോഹരമായത്, നിങ്ങളുടെയും കഴിവുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പ് ലീഡർമാർ, മാനേജർമാർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിഹാൽ, ടി കെ, ഷമീം, അതുപോലെ തന്നെ സാബിത്ത്, പിന്നെ അതുപോലെ എൻ്റെ വളണ്ടിയർമാർ, അവരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ വലിയ ഒരു യൂത്ത് ആർട്സ് കാർണിവൽ വളരെ വിജയകരമായി മുന്നോട്ട്. എനിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ യൂത്ത് ആർട്സ് കാർണിവലിന്റെ കൺട്രോളർമാരായിട്ടുള്ള ഉസ്താദുമാരാണ്. പ്രിയപ്പെട്ട മുനവർ ഉസ്താദ്, ബാസിദ് ഉസ്താദ്, അതുപോലെ തന്നെ ഷാക്കിർ വാഫി ഉസ്താദ്, മറ്റുള്ള എല്ലാ ഉസ്താദുമാരോടും പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം അങ്ങോട്ട് പറഞ്ഞു ചെന്നാലും കൃത്യമായി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരികയും അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതെന്ന് മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ഉസ്താദുമാരോടൊക്കെ വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മുടെ മീഡിയാസ്, അതുപോലെ സൗണ്ടിന്റെ ആളുകൾ, അതുപോലെ എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിക്ക് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ വേദിയെ, ഈ സമാപന വേദിയെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ഉസ്താദ് റഹ്മാൻ ഫൈസി ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ക്ലോസിംഗ് സെറമണിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഉസ്താദ് അബ്ദുള്ള ദാരിമി വളമംഗലം ഉസ്താദിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ ഉസ്താദ് റഷീദ് വാഫി അവറുകളാണ്. അവരുകളെയും ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മറ്റുള്ള വേദിയിലുള്ള എല്ലാ ഉസ്താദുമാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ പീഠം അലങ്കരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, നാം കുറേ ദിവസമായി ഈ ഒരു ശുഭ മുഹൂർത്തത്തിന് വേണ്ടി ആവേശഭരിതരായി കഴിച്ചു കൂട്ടുകയായിരുന്നു. ഈ അവസരം ഞാൻ നീട്ടിപ്പറയില്ല. ഇനി ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കാനുണ്ട്, ഉദ്ഘാടന പ്രസംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലൊക്കെ അവൻ്റെ തീർമാർക്കാട്ടെ. ഇത് നമുക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാക്കുമാറാവട്ടെ. ഇതിൻ്റെയൊക്കെ പര്യാവസാനം ദീനി ദഅവത്ത്, ഇസ്ലാമിക പ്രബോധനം, ഇതായിരിക്കണം ഇതിൻ്റെ ഭാവി, ഇതിൻ്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നാം ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ദീനിലും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഉറക്കമൊഴിക്കലും ഒരു പ്രയാസപ്പെടലുമാക്കി അള്ളാഹു മാറ്റട്ടെ. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും
ഒക്കെ നമ്മളെ കൊണ്ട് ഉപകാരം കിട്ടുന്ന ഒരു രൂപത്തിൽ ഈ പരിപാടിയൊക്കെ അള്ളാഹു ആക്കട്ടെ. അതിനുവേണ്ടി നാം ഇനിയും മേലിലും ഇതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ കരുത്തുകളൊക്കെ നാം ആർജിച്ചു കൊണ്ട് സമുദായത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കണം. വെറും ഒരു തെക്കുബീർ ധ്വനികൾ മുഴക്കുകയോ ഒരു സന്തോഷം പങ്കിടുകയോ കുറേ ദിവസം ഉറക്കൊഴിക്കുകയോ ഒന്നുമല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ആർജിച്ച കരുത്തുകളൊക്കെ ഇസ്ലാമിന് വേണ്ടി ദീനിന് വേണ്ടി വലിയൊരു മുതൽക്കൂട്ടാവണം. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച് ഉയർന്ന ഉസ്താദുമാരാണ് ഇപ്പൊ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അവരുടെ പ്രകടനങ്ങളാണ് ഇതൊക്കെ. നിങ്ങളെപ്പോലെ 1-ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന് ഉയർന്ന് പഠിച്ച് അവരിപ്പോ നമുക്ക് നേതൃത്വം നൽകുന്നു, നമുക്ക് മാതൃക കാണിക്കുന്നു. അതുപോലെയൊക്കെ നമുക്കും ആകണം. അതിനേക്കാൾ ഉപരി നമുക്ക് ദീനീ സേവനം ചെയ്യണം. ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനെ നാം അവതരിപ്പിക്കുകയും അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യം. അപ്പോൾ ആ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ വാഹകരായി അതിനെ നയിക്കുന്നവരായി ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കണം. ലാത്തസാല് തായിഫത്തും ഉമ്മത്തി ലാഹിറിൽ ഹഖ് ഹത്താ യഅ്തിയ അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് സേവനം ചെയ്തുകൊണ്ട് അതിൽ നിലനിർത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വിഭാഗത്തിൽ നാം ഉൾപ്പെടണം. അത് വലിയ മഹത്തായ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണെന്ന് നാം മനസ്സിലാക്കി നാം ഇതൊന്നും മടിക്കാതെ എല്ലാ കഴിവുകളും, പ്രത്യേകിച്ച് നമ്മൾ 1-ാം നമ്പറായി നാം ഊന്നൽ നൽകേണ്ടത് നമ്മുടെ പാഠ്യ പദ്ധതിയിലുള്ള പാഠ്യവിഷയങ്ങളിലാണ്. അതിൻ്റെ പുറമെ ആ പാഠ്യവിഷയങ്ങളിൽ ഉയർച്ചയുള്ളതിനോടുകൂടെ അത് നമ്മുടെ പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ കുടുംബ പരിസരങ്ങളൊക്കെ സലാഹിലും റുഷ്ദിലും നേർവഴിയിലുമായി തീരാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ചെറിയ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد فإني أوصيكم وإياي أولا بتقوى الله. ബഹുമാനമുള്ള ഉസ്താദന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. സ്വാഗത പ്രസംഗത്തിൽ നിന്നും അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും അതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളമായി രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ഉറക്കില്ലാതെ, ഉറക്ക് മറ്റു സമയത്തൊക്കെ ഖളാ വീട്ടുന്നുണ്ടെങ്കിലും ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് വളരെയധികം ആവേശത്തോടു കൂടി പഠിച്ച് പ്രകടനം കാഴ്ചവെച്ച് റിസൾട്ട് അറിഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ്. അല്ലാഹു ഇതൊക്കെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൊട്ടായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഓരോരുത്തർക്കും നമ്മൾ എത്രയുണ്ട്, നമ്മൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ.
നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഉസ്താദുമാർക്കും ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും ഒക്കെ മനസ്സിലായി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഓരോരുത്തരും അവർ പ്രകടിപ്പിച്ച, അവർ ചെയ്ത, അവരവതരിപ്പിച്ച വിഷയങ്ങളിലുള്ള പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനി എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന്, എന്തൊക്കെ അതിൽ നമ്മൾ കൂട്ടേണ്ടതുണ്ട്, എന്തൊക്കെ കുറയ്ക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അടുത്ത പരിപാടികളിലേക്ക് നമ്മൾ പോരായ്മകളൊക്കെ നികത്തി തെറ്റുകളും പോരായ്മകളൊക്കെ ഇല്ലാതെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായി കൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുഷാറ മത്സരം ഇവിടെ നടന്നു. അപ്പം അതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകും, ചെറിയ ചെറിയ എപ്പോഴും നമ്മൾ ചെല്ലുന്ന ബൈത്തുകളൊക്കെ എപ്പോഴും ചെല്ലണതായിരിക്കും. യാക്കർമ്മ ബൈത്ത് മറന്നഹത്ത് അദബാത്തിൽ ബാനിരീഹു സബ പോലുള്ള യാക്രമ, മങ്കൂസ്, മൗലൂദ് ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെല്ലുന്നതാണ്. പക്ഷെ അതിൽ വരെ തെറ്റുകളുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് നമ്മളെ റിസൾട്ടുകളൊക്കെ വളരെ പിറകോട്ട് പോയി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടേ നമ്മളത് പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെ കേട്ട് പഠിച്ചു പോകലല്ല. എന്താണത് എന്ന് ഞാൻ ഇത് പറഞ്ഞത് വേറെ പറയല്ല, ഉപദേശിക്കല്ല. നമ്മൾക്ക് ഇനി അടുത്ത് ഫെസ്റ്റുകളും മത്സരങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം നമ്മളതിന് തയ്യാറെടുക്കാനും വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ പാടിപ്പോകരുത്. പഠിച്ച് തെറ്റില്ലാതെ മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളത് ഇഫുലാക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇഫുലാക്കിയാൽ പിന്നെ ആ തെറ്റിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സൂറത്തിൽ കഹ്ഫൊക്കെ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണ്. എല്ലാവരും ഇങ്ങനെ ഓതിപ്പോകുന്ന സൂറത്തുകളാണ്. അത് യഥാർത്ഥത്തിൽ ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ ഓതുമ്പോൾ ഒരുപാട് തെറ്റുകളുണ്ടാവും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തെറ്റ് ഓതിപ്പോയി. ഇനി ആ തെറ്റ് നമുക്ക് തിരുത്താൻ സാധിക്കില്ല. അങ്ങനെ ശീലിച്ചു പോയി. ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. നമ്മൾ നന്ദിയിൽ പഠിക്കുന്ന കാലത്തിൽ ഇസ്ബ്, സമസ്തയുടെ ഇസ്ബ് പരീക്ഷ ഇല്ലേ, അന്ന് ഇസ്ബ് എടുത്തിരുന്ന ഉസ്താദ് ഞങ്ങളോട് സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓദിച്ചു. അപ്പോൾ ഓതിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് തെറ്റുണ്ടായി സൂറത്തുൽ കഹ്ഫിൽ ഓതുമ്പോൾ. അപ്പോൾ ഈ തെറ്റ ആളുകളൊക്കെ ഉസ്താദ് വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. ശരി ഓതിയാലൊന്നും അഭിനന്ദിച്ചില്ല. അപ്പം ഞാൻ വെറുതെ പുസ്തകമാണ്, എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് വെച്ച പുസ്തകം. ഇവരൊക്കെ എല്ലാ വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതുന്നവരാണ്. ഈ തെറ്റിയോലൊക്കെ തെറ്റാത്തവരിപ്പോൾ മുസാഫ് നോക്കിച്ച് ഇങ്ങനെ എന്താണ് തെറ്റില്ലാതെ ഓതുകയാണ്. തെറ്റുന്നവരെല്ലാവരും എല്ലാ വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതി ശീലിച്ചിട്ടുണ്ട്. പക്ഷെ തെറ്റിക്കൊണ്ടാണ് ശീലിച്ചതെന്ന് മാത്രം. നിങ്ങളൊന്നും ശരിയായ ഓതിയോലൊന്നും അൽക്കഹ്ഫ് ഓതാത്തവരാണ്. കാരണം അപ്പോൾ ഉസ്താദിന്റെ മുന്നിൽ ഓതാൻ വേണ്ടി തെറ്റില്ലാതെ നോക്കി ഇങ്ങനെ ഓതുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തെറ്റ് ആദ്യമേ തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നീട് നമ്മളത് ഹിഫ്ളാക്കണം. അതുകൊണ്ടാണ് വളരെ എളുപ്പമുള്ള എപ്പോഴും ചൊല്ലുന്ന പദ്യങ്ങളൊക്കെ വരെ നമ്മൾക്ക് തെറ്റുന്നത്. അതുപോലെ ഖുതുബ, ഇന്നലെ ഖുതുബ നടന്നു, മത്സരം നടന്നു. അതിലും നമ്മൾ അതിൻ്റെ ശൈലിയോ അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ആശയമാണ്. ഖുതുബ ഓതുന്ന ആളുകൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായാൽ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയും. ചില ആളുകൾ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചില വാക്കുകൾ, പക്ഷെ അത് ഗൗരവത്തിൻ്റെ വാക്കുകളല്ല. ചില വിഷയങ്ങൾ ഉപദേശമാണ്, പക്ഷെ ഇവന്റെ മുഖഭാഗം കാണുമ്പോൾ അത് ഉപദേശമല്ല. എന്തോ കടിച്ചാൽ പൊട്ടാത്ത സാധനം കടിച്ചു മുറിച്ച് പറയും പോലെ പറയണം. ഇപ്പൊ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് എന്താണ്ടത് കാണാൻ പഠിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതൊക്കെ.
അതുപോലെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഈ പദ്യങ്ങൾ പാട്ടുകളൊക്കെ പാടുമ്പോൾ, അറബി പദ്യങ്ങളൊക്കെ പാടുമ്പോൾ അത് മലയാളത്തിൽ എഴുതിച്ച് വായിക്കും. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊന്നും യഥാർത്ഥ മഖ്റജുകളൊന്നും ശരിയാവില്ല. ഉറുദു ആണെങ്കിലും അങ്ങനെ തന്നെ, മലയാളത്തിൽ ഇംഗ്ലീഷും ഒക്കെ മലയാളത്തിൽ എഴുതിച്ചാണ് പാടുന്നത്. അറബി പാട്ടാണ് പാടുന്നത്, പക്ഷെ എഴുതി വായിക്കുന്നത് മലയാളത്തിൽ. ഉറുദു ആണ് അത് മലയാളത്തിൽ എഴുതിയത്, ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഓരോ ഭാഷയും അതിൻ്റെ ഭാഷയിൽ തന്നെ എഴുതി വായിച്ച് പഠിക്കണം. അതിൻ്റെ ഓരോ ഭാഷയിലുമുള്ള ശൈലിയിലായിരിക്കണം. അക്ഷരങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നാലേ നമ്മൾക്ക് പൊതുവേദികളിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നമ്മൾക്ക് ഉയർന്ന സ്ഥാനങ്ങളൊക്കെ നേടാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വരാനിരിക്കുന്ന ഫെസ്റ്റുകളിലേക്കും ജാമ്യൻ്റെ മത്സരങ്ങളിലൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മളെ പോരായ്മകൾ ഓരോരുത്തരും മനസ്സിലാക്കിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ജഡ്ജിസ്റ്റ് അത് പരിശോധിക്കായിരുന്ന ഉസ്താദുമാർ ആരവരോട് കണ്ടിട്ട് അതൊക്കെ ശരിക്കും മനസ്സിലാക്കി തിരുത്തി നമ്മൾ മുന്നേറുക. എല്ലാ രംഗം അങ്ങനെ തന്നെയാണ്. തെറ്റുകൾ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. അത് കാണാനും പരിശോധിക്കാനൊക്കെ ഉള്ള വേദികളാണത്. അൽഹംദുലില്ലാഹ് ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ എല്ലാവരും നല്ല നല്ല നിലക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കാനും കാണാനൊക്കെ കഴിഞ്ഞു. ഇനിയും ഉയരങ്ങളിലേക്ക് നമ്മൾക്ക് പോകണം. പഠിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് നമ്മൾക്കൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. നിങ്ങളൊക്കെ രക്ഷിതാക്കന്മാർ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളൊക്കെ വളരെയധികം ആവേശത്തിലാണ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് കുഞ്ഞാപ്പുജി എത്ര ആവേശത്തോടു കൂടിയാണ് മൂപ്പരതിന് എന്നതറിയോ? ഇന്നലെ മൂപ്പര് ചോദിച്ചു, വൈകുന്നേരം എന്നെ വിളിച്ചു, പരിപാടി കഴിഞ്ഞോ, എന്താ പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഇന്നും കഴിഞ്ഞു. സമാപനത്തിനക്ക് ഞാൻ മൂപ്പര നിങ്ങൾ വരണോ ചോദിച്ചു. ഞാൻ വരണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിനും വരാനും മൂപ്പര് നമ്മൾ ക്ഷണിച്ചാൽ വരും. ഒക്കെ കാണാൻ ആഗ്രഹമാണ് അവർക്കൊക്കെ, കമ്മിറ്റിക്കാർക്കൊക്കെ. നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ ഉയരുന്നതും നിങ്ങൾ നന്നാകുന്നതും നിങ്ങളെ പ്രകടനങ്ങളൊക്കെ കാണാനും ആഗ്രഹിക്കുന്നവരാണ് സ്ഥാപനത്തിൻ്റെ മേധാവികൾ, നമ്മൾ രക്ഷിതാക്കന്മാർ എല്ലാവരും. അതുകൊണ്ട് വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിലുപരിയായി നമ്മളെ പാഠ്യപദ്ധതികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതും ഇപ്പം ഈ മുഷാറയിലൊക്കെ അൽഫിയിലൊക്കെ നമ്മൾ എപ്പോഴും ചെല്ലുന്ന പദ്യങ്ങളൊക്കെ അത് അക്ഷരങ്ങൾ മാറുന്നു, ഹർക്കത്തുകൾ മാറുന്നു. അതിൻ്റെ ആശയങ്ങൾ നമ്മൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. അത്തഫ് എങ്ങോട്ടാണ്, മഅത്തൂഫ് അലൈഹി എന്താണ് എന്നൊന്നും നമ്മൾക്ക് ഓർമ്മയില്ല, വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഈ പദ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അൽഫിൻ്റെ ബെയ്ത്ത് നമ്മൾ ഉസ്താദ്മാർ കാണാതെ പഠിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വെറുപ്പായിരിക്കും. എന്താ ഇപ്പം അത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ഉയരങ്ങളിലേക്ക് ഉയരാൻ അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ച് നാടിനും സമൂഹത്തിനും ദീനിനൊക്കെ സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം ചൊല്ലിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫൈസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ സമയത്ത് നിങ്ങളൊക്കെ ഈ ഫെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അവസരങ്ങളാണ്. നമ്മൾ പഠിച്ചത് സമൂഹത്തിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള മാർഗമാണ്.
എഴുത്തും പ്രസംഗവും ഒക്കെ. ആ പ്രസംഗവും എഴുത്തും പഠിച്ചതിനെ കൂടുതൽ പോളിഷ് ചെയ്യാനും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുമുള്ള അവസരങ്ങളാണ് നമ്മുടെ ഫെസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബാധ്യതയായി നിങ്ങൾ മനസ്സിലാക്കണം. കലകളുടെയും എഴുത്തിന്റെയൊക്കെ പ്രാധാന്യം നിങ്ങളോടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയതാണ് ഇസ്രായേലിന്റെ ഫലസ്തീൻ ആക്രമണം എന്ന് പറയുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 40,000-ൽ-അപ്പുറം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അത് നമുക്ക് ലഭ്യമായ കണക്കാണ്. പല യൂറോപ്യൻ ചാനലുകളൊക്കെ അത് 2 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു ജനസംഖ്യ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അറബ് ലോകത്ത് ഒരൊറ്റ രാജ്യങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത്. അവിടെയാണ് ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഫലസ്തീനികൾ തന്നെയാണ്. പലപ്പോഴും അവരുടെ എഴുത്തുകളിലും അവരുടെ മുദ്രാവാക്യങ്ങളിലും അവര് ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖൈബർ ഖൈബർ യാ യഹൂദ്, ജയ്ഷു മുഹമ്മദ് സൗഫ യഊദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അറബ് ലോകത്ത് നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അറബ് ലോകത്ത് മീൻസ് ഫലസ്തീനിൽ. അറബ് ലോകത്ത് സൗദി അടക്കമുള്ള രാജ്യങ്ങളോട് സഹായ അഭ്യർത്ഥന നടത്തിയിട്ട് നടക്കാത്തത് കൊണ്ട് ഫലസ്തീൻ ജനത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലും ഇനി നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്വന്തം പോരാടും എന്നർത്ഥത്തിലാണ്. അപ്പൊ അവിടെ പല രചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഫലസ്തീനിൽ ഒരുപാട് അറബ് ലോകത്ത് ഒരുപാട് രചനകൾ, ഹസൻ ഖനഫാനിയെ പോലത്തെ, മഹ്മൂദ് ദർവീഷിനെ പോലത്തെ, ഇന്നും നജ്വാൻ ദർവീഷിനൊക്കെ പോലത്തെ ഒരുപാട് കവികള് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ കലയുടെയും ഒരു പ്രാധാന്യം എത്രത്തോളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുട്ടി നിങ്ങൾക്കൊക്കെ മാതൃകയാണ്. ഈജിപ്തിലെ വളരെ പ്രശസ്തമായ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ വിദ്യാർത്ഥിയുടെ പഠനത്തിൽ മുംതാസ് വാങ്ങിയിരിക്കാം. ഏകദേശം 90 മാർക്കിന് അപ്പുറം കിട്ടുമ്പോഴാണ്, 100-ൽ 90-ന് അപ്പുറം കിട്ടുമ്പോഴാണ് മുംതാസ് എന്നൊരു ഗ്രേഡിലേക്ക് എത്തുക. അത് ഈജിപ്തിൽ അസ്ഹറിൽ വെച്ച് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള, ഇന്ത്യ ഉൾപ്പെടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങി മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വരികയാണ്. അവർക്കിടയിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യക്കാരൻ, അതിലപ്പുറം ഈ സ്ഥാപനത്തിന്റെ ഒരു സന്തതി മുംതാസ് റാങ്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതൊരു മാതൃകയാണ്. ആ ഒരു മാതൃക പിൻപറ്റി നമ്മളും അതുപോലെ പഠിക്കാൻ ശ്രമിക്കുകയും അവിടേക്ക് എത്താൻ ശ്രമിക്കുകയും വേണം. ഞാൻ മുഷാറിനെ പറ്റി 1-2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇനി മുഷാറ മത്സരത്തിന് ജാമ്യയിലൊക്കെ പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ ശരിക്കും ഇവിടെ ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മള് വളമംഗൽ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ശരിക്കും അതിന്റെ അക്ഷരം അതുപോലെ ഹർക്കത്തുകള്, മഖ്റജുകള്, വാക്കുകളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പ്രഗത്ഭരായ ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾ പഠിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അവരുടെ മുമ്പിൽ 1-2 തവണ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ മത്സരം നടത്തുക. എന്നിട്ട് അതിൽ തെറ്റുകൾ കണ്ടെത്തുക. ഉസ്താദുമാരോട് സ്വാഭാവികമായിട്ട് നിങ്ങൾ പാടുമ്പോൾ അവർക്കത് പറയാൻ പറ്റുമല്ലോ. അത് കണ്ടെത്തി തിരുത്തിയിട്ടാണ് വേണ്ടത് പോകേണ്ടത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കും. കാരണം തെറ്റ് വന്നാൽ നമ്മൾ എത്ര ബൈത്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ 100 ബൈത്തിൽ 1000 ബൈത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ തെറ്റ് വന്നാൽ 2 ബൈത്തോണ്ട് 3 ബൈത്തോണ്ട് മൈനസ് ആയിട്ട് പോരേണ്ടി വരും. കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അതോടൊപ്പം നമ്മുടെ ഇപ്പൊ 42ഓളം കോളേജുകൾ ഒരു മുഷാറ നമ്മൾ ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തി. നമ്മളെ കുട്ടികള് വളരെ ബ്രില്യന്റ് ആയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച് ഏകദേശം അവസാനം വരെ അവര് ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു. നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് പുറത്തുപോയത്. അപ്പൊ നിങ്ങൾ വേണമെന്ന് വെച്ചാൽ നടക്കുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കഴിവുള്ള പ്രഗത്ഭരായ കുട്ടികൾ നിങ്ങളെ അടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ മൗലിദിന്റെ കാര്യം ഉസ്താദ് പറഞ്ഞു, പലപ്പോഴും നമ്മൾ അറിയുന്ന മൗലിദൊക്കെയാണ് പലതും തെറ്റിക്കുന്നത്. അവാമുന്നാസ് തെറ്റിക്കാണെങ്കിൽ എത്ര പ്രശ്നം. അവാമുന്നാസിന്റെ അടുത്ത് ഒരുപാട് തെറ്റ് വരാറുണ്ട്. പലപ്പോഴും ഇപ്പൊ അഷ്ഷഫാഹത്താന്നുള്ളതിന് ചോദിച്ചാൽ അസ്സഫാഹത്താന്നൊക്കെ പറയലുണ്ട്. അർത്ഥം ബമ്പം മിസ്റ്റേക്കാണ് അല്ലെ. അസ്സഫാഹത്ത് ഹബുലാൻ എന്ന് പറഞ്ഞാൽ എന്താ, അർത്ഥം ആകെ മാറിപ്പോയി. ഷഫാഅത്ത് എന്ന് പറഞ്ഞത് സഫാഹത്ത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മൗലിദ് ചെല്ലുമ്പോഴും ഉണ്ട്. നമുക്കുണ്ടാവേണ്ട കുറെ കോമൺ സെൻസ് ഉണ്ട്. ചിലവര് അല്ലെ അബ്ദുക്കൽ മിസ്കീൻ യർജു എന്നുള്ളടത്തൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചു പാടും. അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യേണ്ട ഒരു ദുആ ആണ് ശരിക്കും. അല്ലെ അബ്ദുക്കൽ മിസ്കീൻ അങ്ങനെ തന്നെ പാടണം. ചിലവര് അബ്ദുക്കൽ
വളരെ ഡാൻസ് കളിച്ച് പാടുന്നുണ്ട്. അത് എൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി പാടേണ്ട സംഗതിയാണ് ശരിക്കും അതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് അതിനൊക്കെ ഒരു കോമൺ സെൻസ് നമ്മൾ കാണിക്കണം. നമ്മൾ പണ്ഡിതന്മാരാണ്, പൊതുസഭയിലൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട പണ്ഡിതന്മാരാണ്. മൊത്തത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഈ കല ആർട്സ് ഫെസ്റ്റ് വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷത്തെക്കാൾ പുതിയ പല അനുഭവങ്ങളും കാണാൻ പറ്റി, പലതും വീക്ഷിക്കാൻ പറ്റി. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഉസ്താദുമാർ, വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹത്തായ യൂത്ത് ഫെസ്റ്റിവൽ അതിഗംഭീരമായി നടന്നുകൊണ്ട് ഇപ്പോൾ അതിലേറെ ഗംഭീരമായ ഒരു സമാപനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊരു തടസ്സമോ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല. അത് വലിയ ഒരു നേട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ അവനും അസുഖം അല്ലെങ്കിൽ മറ്റവന് കാണുന്നില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒരു തടസ്സമോ ഒന്നും നമ്മുടെ ഈ ഫെസ്റ്റിന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ചേക്കാൾ ഉപരിയായി നല്ല രീതിയിൽ നല്ല നിലയിൽ നമ്മൾ പെർഫോമൻസ് എല്ലാം നല്ല രീതിയിലായി എല്ലാവരും അതിഗംഭീരമായി തന്നെ പങ്കെടുത്തു. അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക. നമുക്കറിയാം, LKG മുതൽക്ക് മരിക്കുവോളം മത്സരങ്ങളുണ്ട്. നമുക്കറിയാം, LKG തൊട്ട് മരിക്കുന്ന സമയം വരെ മത്സരങ്ങളുണ്ട്. ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പൊ മദ്രസ അധ്യാപകർക്ക് പിന്നെ മത്സരങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ല, സ്റ്റേറ്റ്, ഈ രീതിയിൽ 60 വയസ്സുകാരന്റെ ഓട്ടം നിങ്ങൾ കേട്ടിട്ടില്ലേ? 60 വയസ്സ് കഴിഞ്ഞാൽ ഓടുക, അല്ലെങ്കിൽ 80 വയസ്സായ ആൾ പാട്ട് പാടുക, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അവരുടെ ഫെസ്റ്റിവൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുവാൻ കാരണം എന്താ? ഈ മനുഷ്യൻ മരിക്കുന്നവരെ അവന്റെ കഴിവ് അവൻ ഈ സമുദായത്തിന്, സമൂഹത്തിന്, ഇസ്ലാം ദീനിന് ഫലപ്രദമാവുന്ന രീതിയിൽ അവൻ പ്രകടിപ്പിക്കണം എന്നാണ് അതിന്റെ സന്ദേശം നമുക്ക് നൽകുന്നത്. ഒരുപാട് കഴിവുകൾ എല്ലാ സമയത്തും ആ മനുഷ്യർക്ക് ഉണ്ടാവും. ഏതൊരു അസുഖമായി കിടക്കുന്ന ആളുകൾക്ക് പോലും ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ നയിക്കുവാൻ ഉള്ള ഒരു ഐഡിയയും അവന് നല്ല മൂല്യവുമുള്ള ആശയവുമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നല്ല അദ്ദേഹത്തോട് മുഷാവർ നടത്തിയാൽ നമ്മൾ ചോദിക്കാണ് ഒരു അഭിപ്രായം. എന്നാൽ നല്ല അഭിപ്രായമായിരിക്കും അദ്ദേഹം പറയാ. ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് പ്രോബ്ലം സോൾവിങ്, അതായത് നമ്മൾ പ്രശ്ന പരിഹാരം, അതിന് ചില ആൾക്ക് നല്ല കഴിവുണ്ടാവും. പാട്ട് പാടാൻ കഴിവുണ്ടാവും, പ്രസംഗിക്കാൻ കഴിവുണ്ടാവും, അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ആളുകളുണ്ട്. എന്നപോലെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം കഴിവുകളുള്ള കുട്ടികളുണ്ട്. പക്ഷെ നമ്മളത് എന്താക്കണം? പരിപോഷിപ്പിച്ചെടുക്കണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടത്, ഈ മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ഭാഷാശുദ്ധി നമുക്ക് അത്യാവശ്യമാണ്. ഇത് ഇവിടെ പറയപ്പെട്ട പോലെ മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും ഭാഷകൾ ഏതാണെങ്കിലും ആ സംശുദ്ധമായ ആ അക്ഷരസ്ഫുടതയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ മത്സരത്തിന് അത് പോയിന്റുകൾ കൂടുവാൻ ഉള്ള കാരണമാവുകയുള്ളൂ.
ഇപ്പൊ നമുക്കറിയാം സല്ലല്ലാഹു അലാ സല്ലല്ലാഹു, അത് ശരിയാണോ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെ ഖുതുബ പറഞ്ഞാൽ എന്താവും? ഖുതുബ ഓതിക്കൊണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ സല്ല എന്ന് പറഞ്ഞാൽ എന്താ? സല്ലല്ലാഹു, അള്ളാഹു വലിച്ചൂരട്ടെ എന്നാ. അള്ളാഹു വലിച്ചൂരട്ടെ, വലിക്കട്ടെ, ആള് വലിച്ചൂരൂലേ? അള്ളാഹു തആല അനുഗ്രഹം വർഷിക്കട്ടെ, അള്ളാഹു തആല സ്വലാത്ത് ചൊല്ലട്ടെ എന്നല്ലേ? അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിപ്പിക്കട്ടെ എന്നല്ലേ? പക്ഷേ അർത്ഥം മാറിപ്പോയി. അപ്പൊ ഖുതുബ എന്തായി? ബാത്തിലായി. ഖുതുബ ബാത്തിലായി, നിസ്കാരം എന്താവും? ബാത്തിലായി. അപ്പൊ നമ്മൾ ഏതും ഇവിടെ പറയപ്പെട്ട പോലെ എല്ലാ വിഷയത്തിലും നമ്മൾ എന്താക്കണം? ഭാഷാ ശുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ബൈത്തുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങളോട് ഉപദേശിക്കാറുള്ളത് പോലെ തന്നെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ബൈത്തുകൾ പഠിക്കേണ്ടത്. എന്നാൽ വേഗത്തിൽ മനസ്സിൽ നിലനിൽക്കും. നമ്മൾ കുറേ ചൊല്ലും, നോട്ട് ബുക്ക് കുറേ എഴുതിയെടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ, ഇവിടെ എന്താ വേണ്ടത്? ഏതോ ബൈത്ത് എഴുതിയെടുത്തിട്ടാ ചോദിക്കണത്, ഇവിടെ എന്താ വേണ്ടത്? അപ്പൊ എവിടുന്നോ എഴുതിയെടുത്തതാണ്, ആരോ പറഞ്ഞു കൊടുത്താണ് കുറെ തെറ്റുകള്. അപ്പൊ നമ്മൾ കൃത്യമായി ആ അർത്ഥം വെച്ച് മനസ്സിലാക്കുമ്പോഴാണ് ബൈത്തുകൾ എന്താവും നമുക്ക്. അവിടെ അർത്ഥം വെച്ച് ശരിക്കും മനസ്സിലാക്കി എന്താവും? ഓർമ്മയില്ല, നമുക്ക് വേഗത്തിൽ കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഭാഷാ പ്രസംഗങ്ങളാണെങ്കിൽ അത് കൃത്യമായി അർത്ഥം വെച്ച് മനസ്സിലാക്കിയിട്ട് സ്ഫുടതയോടെ സംസാരിച്ച് ശീലിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഉറുദു മലയാളത്തിൽ എഴുതുക, അറബി മലയാളത്തിൽ, ഇംഗ്ലീഷ് മലയാളം, അങ്ങനെ എഴുതിയോണ്ട് നമുക്ക് ആ ഭാഷാശുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആളുകൾ ജാമിയ ജൂനിയർ കോളേജിന്റെ മേഖലാതലം, ജില്ലാതലം, സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഇനിയും നമുക്ക് ഉന്നതമായ വിജയം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുനവ്വർ ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ കലാപരിപാടികൾക്ക് പരിസമാപ്തി കുറിക്കുന്ന സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പടച്ചറബ് നമ്മുടെ ഈ സൽപ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് കലാപരിപാടികളും കലാദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലെ ഏറ്റവും മനോഹരമായ ഒരു കലാദൃശ്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുമിച്ച് കൂടൽ തന്നെ അത്തരത്തിലുള്ള ഒരു വർണ്ണ മനോഹരമായ ഒരു നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ഒരുപാട് നീണ്ട കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അതിന്റെ ഫലം കാത്തിരിക്കുന്ന മനോഹരമായൊരു ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഏറെ മുഷിപ്പിക്കാതെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഒരുപാട് പരിപാടികൾ നടന്നു. ശരിക്കും ഈ ഫെസ്റ്റ് പറയുന്നത് തന്നെ നമ്മള് പാഠ്യേതര പദ്ധതികൾ എന്ന് പറയാറുണ്ട്. വിവിധ കഴിവുകൾ ആർജിച്ചെടുക്കാൻ, വിവിധ സ്കില്ലുകൾ പഠിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറബി ഭാഷയിൽ എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ പരീക്ഷക്കൊക്കെ ചെക്ക് ചെയ്യും. അറബി ഭാഷ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സര പരിപാടികളിലൂടെയാണ്. നിരന്തരമായ മത്സര പരിപാടികളാണ് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നത്. നല്ല പുതിയ മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും, അത് പരിശീലിച്ച് നേടിയെടുക്കാനും പറ്റും.
നമ്മൾ നടന്നു പഠിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ കഴിവുകളും നമ്മൾ നേടിയെടുക്കുന്നത്. അത്തരത്തിൽ 250-ലേറെ പരിപാടികൾ നമ്മളിവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എഴുത്ത് പരിപാടികളും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതുമായ വിവിധ ഭാഷകളിലുള്ള വിവിധ മേഖലയിലുള്ള 250-ലേറെ പരിപാടികൾ നമ്മൾ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫൈൻ ആർട്സിന്റെ ഭാരവാഹികളായിട്ടുള്ള കൺട്രോളേഴ്സാണ്. അവരുടെ പരിശ്രമങ്ങൾ അവരെ അഭിനന്ദിക്കാനോ നമുക്ക് വാക്കുകൾ കൊണ്ട് അവരോടുള്ള അഭിനന്ദനങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ച് പരിശ്രമിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരുടെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഉറക്കം ഒഴിച്ചു, അതുപോലെ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന അവസ്ഥ, അതിന് സമയം കിട്ടൂല. പിന്നെ ആ സമയം കഴിഞ്ഞ് അടുത്ത സമയമാവുന്നത് വരെ നിരന്തരം പരിപാടികളാകുമ്പോൾ അതിനിടയ്ക്കൽ ഒരു ബ്രേക്ക് എടുത്ത് പോകാൻ സമയം കിട്ടൂല. അങ്ങനെ ഒരുപാട് ദിവസം ഭക്ഷണമൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ ശ്രമങ്ങൾ ഇപ്പം സ്റ്റേജ് പരിപാടികൾ നടക്കുമ്പോൾ അവരുടെ നിരന്തരമായ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ പ്ലാനിങ് എഞ്ചിനീയർമാർ വന്ന് പ്ലാൻ വരയ്ക്കുന്നത് നിങ്ങൾ കാണാറുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉണ്ടാവുക. എന്നതുപോലെ ഈ പരിപാടിയുടെ മുഴുവൻ ആസൂത്രണങ്ങളും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഒരുപാട് സമയം, അവരുടെ ഒഴിവ് സമയങ്ങൾ, അവർ കൂട്ടുകാരോടൊപ്പം അവരുടേതായ എന്റർടൈൻമെന്റ് വേണ്ടി ചെലവഴിക്കേണ്ട സമയം നമുക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. ഈ സ്ഥാപനത്തിന് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മറ്റൊരു ആൾക്ക് വേണ്ടി അവരുടെ സമയങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം അവർ മാറ്റിവെച്ച് അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തആവനു ബിർരി വത്തഖ്വ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പരസ്പര സഹകരണം, ആ ഒരു സഹായത്തിന്റെ മനസ്ഥിതിയോടുകൂടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അവർ സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്തത്. അവർ തീർത്തും നിസ്വാർത്ഥമായിട്ട് മറ്റ് വിദ്യാർത്ഥികൾക്ക് അവരാൽ ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അവരുടെ എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുള്ളത്. പടച്ച റബ്ബ് അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ ആസൂത്രണം ഒരുപാട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതിലെല്ലാം പല പരിപാടികളും നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ആ ക്വാളിറ്റി അഷുറൻസ് ഫോം, അത് നിങ്ങൾക്ക് ഒരു പുതിയ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അൽഹംദുലില്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നന്നായി ഒരുങ്ങുകയും ഉസ്താദുമാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് അതിന്റെ ഒരു മാറ്റം പരിപാടികളും ദൃശ്യമായിരുന്നു. ഇപ്പോൾ 8 ആൾക്കാർ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 3 ആളുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അവസ്ഥ, ബാക്കി ഒരു 2-3 ആളുകൾ ഒരു ആവറേജ്, ഇപ്പൊ കുറച്ച് ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു ബാക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ മറപ്പിക്കുന്ന കോലത്തില് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് അത് ജഡ്ജ് ചെയ്യുന്ന ഉസ്താദുമാരും അതുപോലെ വീക്ഷിക്കുന്ന ആളുകളൊക്കെ സംതൃപ്തരായിരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ ആളുകളും 8 ആളുകളും ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഏറ്റവും കൂടുതൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ഏറ്റവും നല്ല ഫെസ്റ്റ് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല ഫെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ വർഷത്തെ തന്നെ ഫെസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ വർഷവും ഘട്ടം ഘട്ടമായി നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ പരിപാടിക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ആ വിഷയത്തിൽ കഴിവുണ്ടെന്ന് തോന്നുന്ന ഉസ്താദുമാരുടെ അടുത്ത് ചെന്നിട്ട് ഈ പരിപാടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിശദമായി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റേജിലേക്ക് പോകാൻ. നമ്മൾ പല നോൺ സ്റ്റേജ് ഭാഷാ പരിപാടികൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ നമുക്ക് സാധ്യമാകുന്ന കോലത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല പരിപാടികളും ഒരു അപരിചിതത്വം, അവിടെ വന്നിട്ട് ജഡ്ജിമാരോടല്ലേ ചോദിക്കേണ്ടത്. പരിപാടി ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ്മാരോട് ഈ പരിപാടിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ആ പ്രാക്ടീസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേദികളിൽ അവതരിപ്പിക്കാനും പറ്റും. അങ്ങനെ ഒരുങ്ങിയ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് അത്രയും മെച്ചമുണ്ടായിരുന്നു. പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പല ആളുകളുടെയും പല പരിപാടികളും വളരെ മികച്ച രീതിയിൽ, മുർഷീദിന്റെ ഉറുദു പ്രസംഗം, അതേപോലെ ബാദുഷ ഹാഷിം ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് അവരൊക്കെ ഒരുങ്ങുന്നത് നമ്മൾ വീക്ഷിച്ചതാണ്. അതൊക്കെ മനസ്സ് അത്രയും സംതൃപ്തി തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അതേപോലെ ഇത്തരത്തിലുള്ള കഴിവ്, ഇപ്പം ടൈപ്പിംഗ്, നമ്മൾ 1ാം ക്ലാസ്സുകാർക്ക് പോലും ടൈപ്പിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ടൈപ്പിംഗ് ഇംഗ്ലീഷ്
അതുപോലെ ഊല, സാനവിക കാറ്റഗറികൾ, ടൈപ്പിംഗ്, ഇംഗ്ലീഷും അറബിയൊക്കെ ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയാണ്. അപ്പം ജാമ്യ തന്നെ സിലബസിലൊക്കെ 3-ാം ക്ലാസ്സിൻ്റെ മേലെ ഉള്ള ക്ലാസ്സുകൾക്ക് സിലബസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പിന്നെ നിങ്ങളെല്ലാവരും എല്ലാ മേഖലയിലും ഉഷാറായി വരും. ഇനിയും IT മേഖല ഒരുപാട് പരിപാടി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വേർഡിലും എക്സൽ മാസ്റ്റർ, പിന്നെ അതേപോലെ PPT പവർ പോയിന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയിലിയർ അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ മെച്ചപ്പെട്ട് വരണം. അതിൽ കഴിവുള്ള കുട്ടികളുണ്ട്, അത് അവർ പ്രാക്ടീസ് ചെയ്ത് അതിൽ വിശദമായ അന്വേഷിച്ച് കൂടുതൽ മുന്നോട്ട് വരണം. അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ ഉസ്താദന്മാരൊക്കെ നിങ്ങൾ ആ മേഖലയൊക്കെ ഉയർന്നു വരാൻ നേരത്തെ വളമുസ്താദ് സൂചിപ്പിച്ചതുപോലെ നന്നായി ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരാം. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നിലവിലുള്ള സൗകര്യങ്ങൾ പരിമിതമാണെന്ന് തോന്നുന്നത്. അപ്പം കൂടുതൽ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കോളും. അപ്പം പിന്നെ നിലവിലുള്ളതിനേക്കാൾ കുട്ടികളെ പ്രൊപ്പോഷൻ അനുസരിച്ച് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? 5 കമ്പ്യൂട്ടറല്ലേ, ഇനി കൂടുതൽ വരേണ്ടതുണ്ട്. അത് നിങ്ങൾ ഉള്ളത് തന്നെ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ പിന്നെ പുതിയത് വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക. എന്നാൽ IT മേഖലയ്ക്ക് കൂടുതൽ പരിപാടി നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള അൽഹംദുലില്ലാഹ്, പിന്നെ അതേപോലെ IQ ടെസ്റ്റ്, ക്യാമ്പസ് ടാലന്റ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും അതിലൊക്കെ പല ഭാഷാ പരിപാടികളും നല്ല ഉഷാറുണ്ടായിരുന്നു. എന്നാൽ അത്ര പോരാത്തതുണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ അതിന് കാര്യമുള്ളൂ. പ്രാക്ടീസ് ചെയ്ത് വന്നാലേ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒറ്റ ദിവസം കൊണ്ട് പരിപാടിക്ക് വേണ്ടി മാത്രം ഒരുങ്ങാന്നില്ല. ഭാഷാ ക്ലബ്ബുകൾക്ക് കീഴിൽ നടത്തപ്പെടുന്ന മത്സരങ്ങൾ കാര്യക്ഷമമായി നിങ്ങൾ എടുത്താൽ അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു വർഷത്തിൽ നമ്മൾ നടത്തുന്ന പാഠ്യേതര പരിപാടികളിൽ വിദ്യാർത്ഥികൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നടത്തുന്നതിൻ്റെ ഒരു പരീക്ഷയാണ് സത്യത്തിൽ ഈ ഫെസ്റ്റ് എന്നുള്ളത്. അത് ഇവിടെ നിങ്ങൾ മോശമാണെന്നുണ്ടെങ്കിൽ ആ വർഷം കൊണ്ട് ഇത്രയും നമുക്ക് എത്തിയിട്ടുള്ളൂ. നിങ്ങൾ ഉഷാറാണെന്നുണ്ടെങ്കിൽ ഈ വർഷം കൊണ്ട് ഈ ഏരിയയിൽ നമുക്ക് മുന്നേറാൻ പറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഥാപ്രസംഗമൊക്കെ വളരെ മികച്ചതായിരുന്നു, എടുത്തു പറയേണ്ടതാണ്. നല്ല മത്സരം, കോമ്പറ്റീഷൻ, സ്പീച്ച് ആൻഡ് സോങ് മത്സരത്തിൽ കുല്യായി കാറ്റഗറിയിലുള്ള സ്പീച്ച് ആൻഡ് സോങ് നല്ല മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റി. അതുപോലെ ഇനിയും ഉഷാറാകേണ്ടത് നന്നായി ഉഷാറായിട്ടും ഈ നിലവിൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതിനെ വീണ്ടും മെച്ചപ്പെടുത്താനും നമുക്ക് പറ്റണം. നമുക്ക് മുമ്പിൽ ജാമിയ ഫെസ്റ്റ് വരുന്നുണ്ട്. അതിലും ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് വിജയം ആവർത്തിക്കാൻ സാധിക്കണം. കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടമായത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, കൺട്രോളേഴ്സ്, അതേപോലെ ടീം ലീഡേഴ്സ്, അവരുടെ എഫേർട്ട് പഠിച്ചറപ്പ് കബൂൽ ചെയ്യട്ടെ. അതുപോലെ ജൽവന്റെ ലീഡേഴ്സ്, വോളണ്ടിയേഴ്സ്, മീഡിയ പ്രവർത്തകർ, അതുപോലെ ഈ ഫെസ്റ്റ് എടുത്തു പറയേണ്ടതാണ് ബാസിദ് ഉസ്താദ്, ഷാക്കിർ ഉസ്താദ് ഒക്കെ ഒരുപാട്. ഇതിന്റെ പിന്നിൽ അവർ വിദ്യാർത്ഥികളായിരുന്ന സമയത്തും കൺട്രോളേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഉസ്താദുമാരായിട്ടും ഇതിന്റെ കർമ്മ നൈരന്തര്യം എന്ന് പറയാം, മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നിലാണ്. ഇപ്പൊ ഇന്നലെ ബാസിദ് ഉസ്താദിന്റെ ഒക്കെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയണ്ടാവും. നല്ല പെർഫെക്ഷനിസ്റ്റ് ആണ് ആള്. ഏത് കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്യണം. ഇപ്പൊ ഇന്നലെ നടന്ന ക്യാമ്പസ് ടാലന്റ് പരിപാടി, അപ്പോൾ ഒരുപാട് പരിപാടികൾക്ക് അതിന് തൊട്ടുമുമ്പ് പറഞ്ഞ സ്പെല്ലിംഗ് ബി ഒക്കെ പവർ പോയിന്റ് ഒക്കെ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തൽക്കാലം ഇത് പവർ പോയിന്റ് വേണ്ട എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ബാസിദ് ഉസ്താദ് നിർമ്മാണം അത് പവർ പോയിന്റ് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താം. ഉസ്താദ് രാവിലെ മുതൽ ഇരുന്ന് സുബീൻ്റെ ശേഷം ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അതിന്റെ പവർ പോയിന്റ് തയ്യാറാക്കി. അങ്ങനെ ഉസ്താദ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഉസ്താദ് ചെയ്ത ശ്രമങ്ങളാണ് നമ്മൾ ഈ പരിപാടി ഇത്ര വിജയകരമായത്. അതുപോലെ ഷാക്കിർ ഉസ്താദ്, ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാത്തിനും വിഷയങ്ങൾ ഇടുന്നതിലും ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം, വേദികൾ ഒരുക്കുന്നതിൽ ജൽവക്കും എല്ലാം സംഘടന യൂണിയന്റെ ഉത്തരവാദിത്തമുള്ള 2 ഉസ്താദുമാരും ഏറ്റവും മനോഹരമായി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതുപോലെ മറ്റു ഉസ്താദുമാർ, ഇതിന്റെ ജഡ്ജ്മെന്റ്, നിങ്ങൾ വിദ്യാർത്ഥികൾ ഒരുങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ പിന്നിൽ ഉസ്താദുമാർ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾ കണ്ടോളുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ക്വിസ് മത്സരത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടി അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ പോകും. പക്ഷെ ആ 20 ചോദ്യം ഇടാൻ വേണ്ടി ഉസ്താദുമാർ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ഉസ്താദുമാർ ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. പഠിച്ചറബ് അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ, അർഹമായ പ്രതിഫലങ്ങൾ നൽകുമാറാവട്ടെ. അങ്ങനെ വിദ്യാർത്ഥികളുടെയും ഉസ്താദുമാരുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ പരിപാടി യൂത്ത് ആർട്ട് കാർണിവൽ 2024 ഒരു ചരിത്രമായി ഇവിടെ അവശേഷിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടെ, ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നാളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ വിലയിരുത്തുമ്പോൾ, നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തെ വിലയിരുത്തുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ ഒരു അധ്യായമായിട്ട് നിങ്ങൾക്ക് യൂത്ത് ആർട്സ് കാർണിവലിനെയും എണ്ണാം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ഫലം, റിസൾട്ട് നിങ്ങളുടെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളും തുടർന്നും ഉണ്ടാവട്ടെ, നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി വാഫി ഉസ്താദ്
സദസ്സിന് ആശംസ അർപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു ആശംസാ ഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പറ്റിയൊരു വേദിയുമല്ല. നിങ്ങളുടെ മനസ്സൊക്കെ ഇവിടെ പ്രഖ്യാപിക്കാനിരിക്കുന്ന റിസൾട്ടിലാണ്. ആരായിരിക്കും ചാമ്പ്യൻ, ആരായിരിക്കും കലാപ്രതിഭ എന്നിങ്ങനെയുള്ള ചിന്തയിലാണ്. 2-3 ദിവസങ്ങളിലായി നമ്മൾ പൂർണ്ണമായി ഫെസ്റ്റിന്റെ ആരംഭങ്ങളിലായിരുന്നു. ഇൻഷാ അല്ലാഹ് റിസൾട്ട് പ്രഖ്യാപിച്ച് ട്രോഫി വിതരണം ചെയ്യുന്നതോടുകൂടെ അത് അതിൻ്റെ മുൾമുനയിലായിരിക്കുകയാണ്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ഹോസ്റ്റലിൽ പോകുമ്പോൾ സ്വസ്ഥമായി ഉദുവൊക്കെ ചെയ്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചെന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഈ ഫെസ്റ്റ് എനിക്ക് എന്ത് തന്നു, ഞാൻ ഈ ഫെസ്റ്റ് കൊണ്ട് എന്ത് നേടി എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇവിടെ പല ബഹളങ്ങളും ഒച്ചപ്പാടുകളും ആർപ്പ് വിളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേറെ പലർക്കും വേണ്ടിയിട്ട് ആർപ്പ് വിളിച്ചിട്ടുണ്ട്. അത് വേണ്ടതുമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം. നമ്മുടെ സഹോദരന്, സുഹൃത്തിന് ഒരു നല്ല വിജയം ഉണ്ടാകുമ്പോൾ അതിൽ ആഹ്ലാദിക്കണം. അതൊരു സുഹൃത്തിന്റെ ഗുണം തന്നെയാണ്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കാണ്. എൻ്റെ കൂടെ 8 വർഷം ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥിയാണ്, സുഹൃത്താണ് റഷീദ് വാഫി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. റഷീദ് വാഫി ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊക്കെ ഒറ്റക്കാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ പോകുമ്പോ നാം ഒറ്റക്കായിരിക്കും, അവസാനം അടക്കവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോ അതിനു വേണ്ടി നമുക്ക് ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെക്കാൻ സാധിക്കണം. നമ്മുടെ സിലബസുകൾ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം നമ്മുടേതായ ഒരു ഏരിയ, ഒരു മേഖല നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കണം. അത് ഏത് മേഖലയും ആവാം. കാരണം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും വാലായിട്ട് ലഭിക്കുന്നത് ഫൈലി എന്ന ബിരുദം തന്നെയാണ്. അപ്പോ ആ ബിരുദമല്ല നമ്മുടെ മേഖല നിർണയിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. അത് നാം ഈ കലാലയത്തിൽ വെച്ച് നേടിയെടുത്ത ആ ഒരു സ്കില്ലായിരിക്കും. നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഫൈലിമാരെയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മതവിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവർ ആ പഠന കാലഘട്ടത്തിൽ നേടിയെടുത്ത സ്കില്ലിൽ ആണ് ഇപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടേതായ ഒരു ഏരിയ നമ്മൾ നിശ്ചയിക്കണം. നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സർഗശേഷികൾ വരുന്ന ഒരു തലമുറക്ക് വേണ്ടി, തലമുറക്ക് ദീനി ദഅവ നടത്താൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഈ വർഷത്തെ ഫെസ്റ്റ് ഞാൻ അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല പ്രസംഗങ്ങൾ, ഹിഫ്ല് കോളേജിലെ ഹിഫ്ലിലെ പ്രസംഗങ്ങളടക്കം കോൺവെർസേഷൻ ആവട്ടെ, നല്ല നിലവാരമല്ലോ, കണ്ടന്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. നമ്മുടെ AI പവേർഡ് യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നല്ല കണ്ടന്റുകൾ എല്ലാവരുടെ പ്രസംഗത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടികളുടെ ഒരു ഗ്രേഡിനനുസരിച്ചിട്ട്, ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള ഒരു കണ്ടന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. കോൺവെർസേഷനൊക്കെ ഇൻഹിയാറുൽ അർദിയ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ പല കുട്ടികളും അവരുടേതായിട്ടുള്ള ആ ഏജ് ഗ്രൂപ്പിന് പറ്റിയ കോൺവെർസേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഒരു റിസ്ക് എടുക്കാതെ ഫുള്ള് ChatGPT ചോദിക്കുന്നതിന് പകരം ChatGPT അങ്ങനെ തന്നെ ചോദിക്കാം. ഐ നീഡ് എ ഇംഗ്ലീഷ് സ്പീച്ച് അബൌട്ട് ദ ടോപ്പിക്
ദ റെലവൻസ് ഓഫ് ഇസ്ലാം ഇൻ ദ മോഡേൺ എറ ഫോർ എ 12th ഗ്രേഡ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ 7th ഗ്രേഡ് സ്റ്റുഡൻറ്. അങ്ങനെ അടിച്ചാൽ 7th ഗ്രേഡ് സ്റ്റുഡൻറ്റിന് യോജിച്ച വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലവാരത്തിൽ വേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാറ്റ് GPT തരും. അപ്പോൾ ആ ചാറ്റ് GPT എങ്ങനെ വയസ്സായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതും അതൊരു സ്കില്ല് തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വരുന്ന തലമുറ, നമുക്കറിയാം കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണയിലെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. തൊപ്പി എന്നാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് സ്കൂള് ഉള്ള ദിവസമായിരുന്നു, അതൊക്കെ കട്ടാക്കിക്കൊണ്ട് പല ഇടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു യുവ തലമുറയുടെ മുമ്പിലേക്കാണ് നമ്മളൊക്കെ ഈ ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങാനുള്ളത്. അതല്ലെങ്കിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെയുള്ള ആളുകൾക്ക് മുമ്പിൽ ദീന് പരിചയപ്പെടുത്താനാണ് നമുക്കൊക്കെ ഇനി ബാധ്യത. അപ്പോ ഇത്തരം പ്രസംഗങ്ങൾ പഠിക്കുന്നതിനപ്പുറം കുറച്ചുകൂടെ നമ്മുടെ ദഅവാ രീതികള്, പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള ഉത്തരങ്ങൾ തേടുക, അവരോട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല ടോക്കുകൾ, പ്രസംഗങ്ങൾക്കൊന്നും ഇത്തരം വേദികളിലേക്കൊന്നും അവർ വരില്ല. അപ്പോൾ അവരെ ഇൻസ്പയർ ചെയ്യാൻ ആവശ്യമായ നല്ല ഇൻസ്പയറിംഗ് ടോക്കുകൾ, കുറഞ്ഞ സമയം, റീലുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും കൂടുതൽ സമയം ചെലവഴിക്കാനില്ല, ഫുൾ സ്ക്രോളിംഗ് ആണ്. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് നമ്മുടെ കണ്ടന്റുകളെ വളരെ കുറഞ്ഞ സന്ദേശങ്ങളെ ചുരുക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സമയം, ഈ 8 വർഷം എന്നുള്ള ഈ വിദ്യാർത്ഥി കാലഘട്ടം, ഇവിടെയുള്ള കാലഘട്ടം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആക്കി മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യം കിട്ടാവുന്നിടത്തേക്ക് നമ്മൾ മാറണം. ഒരുപക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളെ, ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പഠനോപകരണങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതൊക്കെ മാറ്റിവെക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ചെറിയ റിസ്ക് എടുക്കാൻ നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ സമയം ചെലവാകുന്ന കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ആ ബോക്സ് ഒക്കെ പല കുട്ടികളുടേതും പിടിക്കപ്പെട്ട് ഇതുണ്ട്. അത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഒഴിവാക്കണം. ചില ആളുകൾക്ക് പെൻസിൽ കണ്ടാൽ, ജോമെട്രി ബോക്സ് കണ്ടാൽ ഇങ്ങനെ സമയം ചെലവാകും. അപ്പൊ അത്തരം നമ്മുടെ സമയം കൊല്ലുന്ന കാര്യങ്ങളെ മാറ്റിവെക്കാന്, മൊബൈൽ ഫോൺ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ അത് നമുക്ക് സാധിക്കണം. അങ്ങനെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളും ഈ കാലം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ, ഫെസ്റ്റിന്റെ അവലോകനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ സ്റ്റാഫിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജൽവയും ഉസ്താദുമാരൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാം. അതിനുശേഷം വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംവദിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ ഷറഫുദ്ദീൻ ഫലക്കി ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാനൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. വൈകിയ വേളയിൽ ഇതാ മുമ്പിലുള്ള ഒരുപാട് കുട്ടികൾ ഉറങ്ങുകയാണ്. ഇപ്പോൾ പ്രസംഗിച്ചിട്ട് ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രസംഗത്തിലുള്ള അവസരമല്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാണ്, നിങ്ങളെ അഭിനന്ദിച്ചിട്ടുള്ള കാര്യം. മുമ്പ് നടന്ന ഒരു ഫെസ്റ്റിൻ്റെ അന്നുള്ള ജഡ്ജിയും
ഈ ഫെസ്റ്റിന് വന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് കഴിഞ്ഞ ഫെസ്റ്റിനേക്കാളും ഒരു 2 ഇരട്ടി ഈ ഫെസ്റ്റ് ഉഷാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അതിൽ സന്തോഷം. അള്ളാഹു അടുത്ത ഫെസ്റ്റ് ഇതിലും ഉഷാറായി നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് ഈ ഫെസ്റ്റിൻ്റെ നടത്തിപ്പിൽ കൺട്രോളേഴ്സിൻ്റെ കൂടെ ഓടി നടന്ന സഹപ്രവർത്തകരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഷാക്കിർ വാഫി ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സമാദരണീയരായ ഗുരുമുഖങ്ങളെ, എൻ്റെ സ്നേഹമസൃണരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ഒരു വൈകിയ വേളയിൽ ബഹുമാന്യനായ ഉസ്താദുമാരെല്ലാം പറഞ്ഞതിനെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയെല്ലാം നമുക്ക് സമയങ്ങളിൽ ദീർഘമായി സംസാരിക്കാം. ഫെസ്റ്റിൻ്റെ അവലോകനമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. നിങ്ങളോടെല്ലാം ഓർമ്മിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായ മറ്റു ഉസ്താദുമാർ പറഞ്ഞതുപോലെ എല്ലാവരും മനസ്സിരുത്തി ചിന്തിക്കുക. ഈ ഫെസ്റ്റ് എനിക്ക് എന്താണ് സമ്മാനിച്ചിട്ടുള്ളത്? കുറേ ആർപ്പുവിളികൾക്കപ്പുറത്ത് നാം എന്ത് നേടി എന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. നമുക്ക് ഈ ഒരു പഠന കാലയളവിൽ അവസരങ്ങളുടെ ഒരു ആകാശമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിന് നേരെ കണ്ണടച്ച് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന നിഷ്ക്രിയത്വത്തോടു കൂടിയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ അവസാനം നമ്മൾ വിരല് കടിക്കേണ്ടി വരുമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി, ഇപ്പോൾ ഈ ഫെസ്റ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഏത് മേഖലയിലാണ് പ്രശോഭിക്കാൻ കഴിയുക എന്നുള്ളത്. ആ മേഖലകളിലെല്ലാം നിങ്ങൾ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അതിനെ പരിപോഷിപ്പിച്ച് നമ്മിൽ നിഗൂഹനം ചെയ്യപ്പെട്ട കഴിവുകളെയെല്ലാം വളർത്തിയെടുത്ത് അതിന് മൂർച്ച കൂട്ടി നമ്മുടെ സമൂഹത്തിന് സക്രിയമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ ഈ ഫെസ്റ്റിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട ബാസിദ് ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖ് വൽ വഫാ. അമ്മാ ബഅദ്. ദീർഘിപ്പിക്കാൻ ഈയൊരു സാഹചര്യം ഒരിക്കലും അനുയോജ്യമല്ല എന്ന പൂർണ്ണ ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. 2 കാര്യങ്ങൾ മാത്രം ഈ വേദിക്ക് മുമ്പിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫെസ്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തിയ 2 കാര്യങ്ങൾ. ഒന്ന്, ചില അധിക മത്സര ഇനങ്ങൾ, അത് ഇവിടെ വാഫി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ ഫെസ്റ്റ് എനിക്ക് എന്ത് നൽകി എന്നുള്ള ചോദ്യവുമായിട്ടായിരിക്കണം ഈ സദസ്സ് പിരിയേണ്ടത്. ഫെസ്റ്റിൻ്റെ ചില മത്സരങ്ങളൊക്കെ അതിൻ്റെ അക്യുറൻസി അപ്രൂവൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓരോ വിദ്യാർത്ഥികൾ അവർക്ക് ലീഡേഴ്സും മുതിർന്ന വിദ്യാർത്ഥികളുമൊക്കെ എഴുതി കൊടുത്ത പേപ്പറുകളുമായിട്ട് ഈ വരാന്തകളിലൂടെയും പള്ളികളിലൂടെയും അതേപോലെ തന്നെ ഓരോ തൂണ് ചാരി ഇരുന്നു കൊണ്ടും മലയുടെ അവിടെയൊക്കെ പോയി ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ കുത്തിരുന്നു കൊണ്ടും അവർക്ക് എഴുതി കൊടുത്ത പ്രസംഗങ്ങളും കവിതകളും പാട്ടുകളുമൊക്കെ കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഈ ഒരു ഫെസ്റ്റിന്റെ സമയത്ത് കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, അവര് കഠിനമായി ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ മത്സരം വരും, അതിൻ്റെ റിസൾട്ട് വരും, അതിന് സമ്മാനം ലഭിക്കും, ആളുകൾ തക്ബീർ വിളിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം. 1-2 ദിവസം കഴിഞ്ഞാൽ മത്സരം വരും,
അതിന് റിസൾട്ട് വരും, സമ്മാനം കിട്ടും, കുട്ടികളുടെ അഭിനന്ദനങ്ങൾ കിട്ടും, ഉസ്താദുമാരുടെ നല്ല വാക്ക് കിട്ടും എന്ന ചിന്തയുടെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്നറിയാം. ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ട് ഉടനെ കിട്ടൂല. ചില ഈ മത്സരങ്ങളുടെയൊക്കെ റിസൾട്ട് ചിലപ്പോൾ ഇന്നത്തോടു കൂടെ എല്ലാ മത്സരങ്ങളുടെയും റിസൾട്ട് കിട്ടും, അതിന്റെ സമ്മാനം കിട്ടും. പക്ഷേ നമ്മുടെ ചില പരിശ്രമങ്ങളുടെ റിസൾട്ടുകൾ അപ്പം തന്നെ കിട്ടണമെന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പഠന വിഷയത്തിൽ കൂടി നിങ്ങളുടെ ഈ ഒരു ജാഗ്രത, ഈ ഒരു കണിശത നിലനിർത്താൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണമെന്നാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എനിക്ക് സദസ്സിനോട് ബോധ്യപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ ജാഗ്രതയും, നിങ്ങളുടെ എല്ലാ അർപ്പണബോധവും ഈ ഫെസ്റ്റിന്റെ ദിനരാത്രങ്ങളിൽ ശരിക്കനുഭവിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പ്രസംഗമോ പാട്ടൊക്കെ ചൊല്ലിത്തരുമ്പോൾ അതിന് ഇന്ന തെറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ആവേശത്തോടു കൂടിയാണ് അവൻ ആ തെറ്റ് തിരുത്തുന്നതും വീണ്ടും വന്ന് ചൊല്ലിത്തരും, ഇങ്ങനെ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ വലിയ ജാഗ്രതയോടുകൂടെ കുട്ടികൾ വരാറുണ്ട്. അവർക്ക് എന്തെങ്കിലും അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത് വലിയ താല്പര്യമായിരിക്കും. ഒരു കുട്ടി ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കൊടുത്താണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ 1ാം സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. നേരെ മറിച്ച് ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പള്ളി പ്രസംഗം തുടങ്ങും, അതിൽ ഒരു കുട്ടീനെ പ്രസംഗം പറഞ്ഞു കൊടുത്താണ്ട് നാളെ ഒരട്ടും കൂടി പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അവന് താല്പര്യം ഉണ്ടാവില്ല. കാരണം അതിന് റിസൾട്ട് വരാനില്ല, സമ്മാനം കിട്ടാനില്ല. ഇതേപോലെയാണ് നമ്മുടെ പഠന വിഷയങ്ങളിലും. അതിൻ്റെയൊക്കെ റിസൾട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പഠനത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ജാഗ്രത ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സദസ്സിന് മുമ്പിൽ ഉസ്താദുമാർ നല്ല ഉദ്ദേശത്തോടു കൂടെ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തി തരുമ്പോൾ, നീ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്തുക്കോ, അവരിലൂടെ പോകണ്ട, ഈ വഴിയൂടെ സഞ്ചരിച്ചുക്കോ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഫെസ്റ്റിന്റെ പാട്ട് പ്രസംഗങ്ങൾ നന്നാക്കാൻ വേണ്ടി ഉസ്താദുമാർ ചെയ്തതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഇനിയുള്ള ഓരോ കാര്യങ്ങളിലും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ഇടതുവശത്ത് കാണുന്ന ജൽവയുടെയും അതേപോലെ തന്നെ SKSFന്റെ ഇപ്പോൾ നിലവിൽ ഫെസ്റ്റ് കമ്മിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന 2 മുറികളുണ്ട്. ഇപ്പോൾ അത് മറച്ചു കിടക്കുകയാണ്. അതിന്റെ ആ കറുപ്പ്, ആ തിരശീല അവിടെ നിന്ന് മാറ്റിയാൽ നിങ്ങൾക്കവിടെ നല്ല പട്ടുമെത്തകൾ കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടെ കുറച്ചാളുകൾ എന്തോ വലിയ സ്വൈര്യ വിഹാരം നടത്തുകയാണ്. അതിനുള്ള കുറച്ച് മൊബൈൽ ഫോണ്, കുറച്ച് ഹെഡ്സെറ്റ്, ചാർജ് ചെയ്യാനുള്ള പിന്ന്, അതൊന്നുമല്ല. ആ മറ അവിടെ നിന്ന് നീക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആ മറ അവിടെ നിന്ന് നീക്കിയാൽ നിറഞ്ഞു കുമിഞ്ഞു കിടക്കുന്ന ഒരുപാട് പേപ്പർ കൂട്ടങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളിൽ കാണാൻ സാധിക്കും. ഒരുപാട് റിസൾട്ടുകൾ, ഒരുപാട് പെന്നുകൾ, അതുപോലെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു കുമിഞ്ഞ് കിടക്കുന്നത് ആ തിരശീലക്കപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫൈൻ ആർട്സിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ജൽവയുടെയും പ്രിയപ്പെട്ട കർമ്മനിരതരായ പ്രവർത്തകരുടെ ഊർജ്ജസ്വലമായ രാപ്പകലുകൾ ചിലവഴിച്ചതിന്റെ കഠിനാധ്വാനത്തിന്റെ സന്തോഷമാണ് നമ്മൾ പങ്കിട്ടെടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ ബോധ്യം നിങ്ങൾക്ക് മുമ്പിൽ വിസ്മരിക്കരുത് എന്ന് ഞാൻ ഉറച്ച് ആ പേരിൽ മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അവരുടെ പേരെടുത്ത് നമ്മുടെ ഫൈൻ ആർട്സിന്റെ മസ്ഊദ്, അതേപോലെ തന്നെ സാബിത്ത്, അതേപോലെ നിഹാല്, നമ്മുടെ ഷമീം, ഈ ഫൈൻ ആർട്സിന്റെ പ്രവർത്തകര് മുനബറുസാദ പറഞ്ഞതുപോലെ ഊണും മുറക്കവും ഇല്ലാതെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. ഞാൻ ഈ ദീർഘമായ ഈ നീണ്ടുപോയ വേദിയിലും ഇതൊക്കെ പറയാൻ കാരണം അത് വിസ്മരിച്ചു പോവാൻ പാടില്ല. നിങ്ങൾക്കൊരു പക്ഷേ ഈ വേദിയിലോ അല്ലെങ്കിൽ ഇത്തരം വേദികളിലൊന്നും അവരുടെ സാന്നിധ്യം കണ്ടുകൊള്ളണമെന്നില്ല. നിങ്ങളൊക്കെ ഇവിടെ വലിയ നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോഴും, മൈക്കിന് മുമ്പിൽ വലിയ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴും പലപ്പോഴും അവിടെയൊന്നും നിങ്ങൾക്ക് അവരുടെ സാന്നിധ്യം കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് ഉറക്കച്ചവട് കാണാൻ സാധിക്കും. അവരുടെ മുഖത്ത് നിങ്ങൾക്ക് വിശപ്പിന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. അതിലൊക്കെ അപ്പുറം വലിയൊരു സ്വപ്ന സാഫല്യത്തിന്റെ സന്തോഷം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവര് കഠിനാധ്വാനം ചെയ്ത ആ ഒരു സ്വപ്നം പൂവണിഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ജൽവയുടെ പ്രവർത്തകന്മാർ
ഇത്രയും വലിയ പ്രൗഢമായ ഒരു വേദി, ഇവിടെ ജഡ്ജ്മെന്റ് വരുന്ന പല ആളുകളും നമ്മോട് പറഞ്ഞു ഇത്തരം വേദികൾ ഒരുക്കണം വിദ്യാർത്ഥികൾക്ക്. എന്നാൽ വിദ്യാർത്ഥികൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇതിലേക്ക് കടന്നു വരും. വളരെ മനോഹരമായ ഈ വേദി ഒരുക്കാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം വലിയ പരിശ്രമങ്ങൾക്കപ്പുറം 10,000-കണക്കിന് രൂപകളുടെ ചിലവ് ഈ ആർട്സ് ഫെസ്റ്റിനുണ്ട് എന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഞാൻ കണക്ക് പറയുകയല്ല, 10,000-കണക്കിന് രൂപ. ആ 10,000 എത്ര പോകുമെന്നതിൽ നമുക്ക് വരും ദിവസങ്ങളിൽ കൂട്ടി നോക്കാനുള്ളതാണ്. 10,000-കണക്കിന് രൂപ. ആ രൂപയൊക്കെ അധികവും ഈ പാവപ്പെട്ട പിഞ്ചുമക്കള് ഉറൂസിന്റെ സമയത്ത് അല്ലിവാവുമായിട്ട് ഒരു ദിവസം തന്നെ 10 20 തവണ ഇങ്ങനെ സായി ചെയ്യലാണ്. നമ്മൾ ഉണ്ടാക്കിയ ആ തുച്ഛമായ പൈസ സ്വരൂപിച്ച് വെച്ച് 10,000-കണക്കിന് രൂപകൾ ഈ ഫെസ്റ്റിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറം അതേക്കാൾ മൂല്യമുള്ള ഒരുപാട് മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുപാട് ഊർജം ഇതിനു വേണ്ടി ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ചിന്തകൾ, ആലോചനകൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. വാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊക്കെ ഞാൻ എന്ത് നേടി എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണമെന്ന് മാത്രം ഈ സദസ്സിന് മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈൻ ആർട്സിന്റെയും ജൽബയുടെയും ഒക്കെ സജീവ പ്രവർത്തകർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഈ ഒരു ഫെസ്റ്റിന്റെ കൺട്രോളർ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് നൽകുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ചില ആളുകൾ കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് നോൺ സ്റ്റേജ് മത്സരങ്ങളും എല്ലാം നടക്കുമ്പോൾ ഈ ഒരു വേദി അതിന് വേണ്ടിയുള്ളതാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഉസ്താദുമാർ നോൺ സ്റ്റേജ് പരിപാടികളൊക്കെ 100 കണക്കിന് പരിപാടികൾ ഇവിടെ നടന്നു പോയി. ഇതിന് വിഷയം കൊടുക്കണം, അതിന്റെ വാല്യുവേഷൻ നടത്തണം, അതിന് കൃത്യമായി സമയം മാറ്റിവെക്കണം, ക്ലാസ്സുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും, പരീക്ഷാ പേപ്പറുകൾ നോക്കാനുണ്ട്. ഇതിനൊക്കെ ഇടയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തിന് വേണ്ടി അവരുടെ സമയം മാറ്റിവെക്കുന്നു. എന്നിട്ട് സ്റ്റേജ് പരിപാടിന്റെ സമയത്ത് അവരുടെ ഈ പ്രസംഗവും പാട്ടും ഒക്കെ കേട്ടുകൊടുക്കാൻ വേണ്ടി ഉസ്താദുമാർ അവിടെ ഇരിക്കുന്നുണ്ടാകും. ഇതൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചത് നമ്മുടെ ഉസ്താദുമാർ, ഇതിനൊക്കെ വേണ്ടി സജ്ജരായത് നമ്മുടെ ഭാവിയിലുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇത്തരം വേദികളൊക്കെ അതിനുള്ള ഊർജം പകരുന്നതാവട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഫൈലി ഉസ്താദ് ലോകോത്തര നിലവാരമുള്ള ഒരു റാങ്കിലേക്ക് ഈ വേദികൾ, ഇത്തരത്തിലുള്ള വേദികളും ഇത്തരത്തിലുള്ള സമാജങ്ങളും ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളിലൂടെയും വളർന്നു വന്ന ഈ പള്ളിയുടെ മൂലയിൽ നിന്ന് അവാമിലും സർഫും ഒക്കെ ഓതിപ്പടിച്ചു തുടങ്ങിയ ഒരു വിദ്യാർത്ഥി ഇന്ന് ലോകം കണ്ട വിശ്വവിഖ്യാതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേവലം 6 പേർക്ക് മുംതാസ് എന്ന് പറയുന്ന ചരിത്ര നേട്ടം ലഭിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന്റെ മൂലയിൽ നിന്ന് നമ്മെപ്പോലെ ഇതുപോലെ ചെറിയ കിതാബുകളും മറ്റും ഓടി ഇതേ ഗുരുമുഖങ്ങളിൽ നിന്ന് അറിവ് പഠിച്ചു പോയ ആ ഊർജവുമായിട്ടാണ് ഇത്തരത്തിലുള്ള ലോകോത്തരമായ നിലവാരത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ സന്തതികൾ, നിങ്ങളുടെ കാരണവന്മാർ, നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നുള്ള ആ ഒരു ധൈര്യം കൂടി പകർന്നു തരാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്ദികളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും റബ്ബ് തആല കുറ്റമറ്റതായി സ്വീകരിക്കുമാറാവട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, പരിപാടിയുടെ നല്ല നടത്തിപ്പിന്റെ പേരിൽ പലരോടും പല രീതിയിൽ പെരുമാറേണ്ടി വന്നിട്ടുണ്ടാവാം. പല രീതിയിൽ ചിലപ്പോൾ സന്തോഷത്തോടെ പെരുമാറിയിട്ടുണ്ടാകും, പലപ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചിലപ്പോൾ കണിശമായി എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തിനും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി സൂചിപ്പിച്ചുകൊണ്ട് വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സ് കാതോർക്കുന്നത് ആ അന്തിമ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. ഒരുപാട് കണക്ക് കൂട്ടലുകളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ചിന്തകളുമായി ഈ സദസ്സിനെ സാഗൂതം ശ്രമിക്കുന്ന ഈ സദസ്സിന് മുമ്പിൽ നമ്മുടെ അഭിവന്ദരായ ഗുരുമുഖം ഉസ്താദ് റഷീദ് വാഫി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിശ്രമത്തിന്റെ അന്തിമ ഫലം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഉസ്താദ് അവരുടെ ഹൃദ്യമായി ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. ഏറെ ആദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷത്തോടു കൂടെയാണ് നാം ഓരോരുത്തരും ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. നമ്മുടെ യൂത്ത് 2K24 ട്യൂമിക് ആർട്സ് കാർണിവലിന്റെ ഈ ഒരു ഫെസ്റ്റിന്റെ സമാപന വേദിയിലാണ് നമ്മളുള്ളത്. സത്യത്തിൽ ഈ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി എൻ്റെ പേര് സ്വാഗതത്തിൽ തന്നെ സൂചിപ്പിച്ചപ്പോ വർഷങ്ങളായിട്ട് കുറെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയ ഒരാൾ എന്ന നിലക്ക് നമ്മുടെ ഫെസ്റ്റ് എല്ലാ അർത്ഥത്തിലും പുതുമ നിറഞ്ഞ, വ്യത്യസ്തത നിറഞ്ഞ, പലരും നോക്കിക്കണ്ട ഒരു മനോഹരമായ അവസ്ഥയിലേക്ക് വഴിമാറി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഫെസ്റ്റിന്റെ തീം, അതുപോലെ ഇതിന്റെ ഓരോ പോസ്റ്ററുകൾ ഔട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള കൂട്ടുകാര് സ്റ്റാറ്റസ് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ വൽ അർശു യദ്ഉഹും. ആ ഒരു വല്ലാത്ത അർത്ഥമുള്ള വർത്തമാനം. നാളെ അർശിൻ ചുവട്ടിൽ ഒത്തൊരുമിക്കേണ്ട, അർശിൻ തണല് കൊള്ളേണ്ട ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കല്ല. നമ്മളിവിടെ ഇങ്ങനെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഇവിടെ ഉണ്ട്. ഈ വൈകിയ സമയത്ത് ദീർഘമായി സംസാരിക്കല്ല. ആ കവാടം മുതൽക്ക് പല വ്യത്യസ്തമായ അടയാളപ്പെടുത്തലുകളുമുണ്ട്. പക്ഷേ മനസ്സ് വല്ലാതെ സങ്കടത്തിലേക്ക്, അതല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു മെസ്സേജും നമ്മുടെ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ ആ പച്ച നിറത്തിലുള്ള ലൈറ്റിന്റെ ചുവട്ടിൽ ആ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ സിജാലിന്റെ ഓർമ്മകൾ ആ ഒരു ബോർഡിൽ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. ഒരു നിറം മങ്ങിയ രൂപത്തിൽ നമ്മുടെ കൂട്ടുകാരനെ ചില വരികളിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കണം. ഈ റിസൾട്ട് പ്രഖ്യാപിക്കും മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ഒരു ഫാത്തിഹ സമർപ്പിച്ചിട്ടാവ ഈ ഫെസ്റ്റിന്റെ റിസൾട്ട് വായിക്കലെന്ന് മനസ്സ് പറയുന്നു. അവരെ ഓർക്കുന്നത് ഒരുപക്ഷെ ഈ രാത്രി നന്മയുടെ വിഷയത്തിൽ നമ്മുടെ കൂടെ നടന്ന കൂട്ടുകാരന് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കുമാറാവട്ടെ. ഓർമ്മപ്പെടുത്തുന്നു, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ, നമ്മുടെ കളിക്കൂട്ടുകാരനായി കൂടെ നിന്ന പ്രിയപ്പെട്ട സിജാലിന്റെ ആണ്ട് വരികയാണ്. ഒരു വർഷം തികയുകയാണ്. ഏതാനും ദിവസങ്ങളെ ഉള്ളൂ. നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയ ആ 2 ജുസ് ഓരോരുത്തരും ഓതണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ വളമംഗലം ഉസ്താദ് അടക്കം അവരുടെയൊക്കെ ദുആകളിൽ എന്നും കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്നറിയാം. നമ്മുടെ ഉസ്താദുമാരിൽ പലരും ചില സമയത്തൊക്കെ അവന്റെ കബറിടത്തിൽ ചെന്ന്
ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അറിയാം. ആ വഴിയിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഒരു വേള പോലും ഒരു ഫാത്തിഹെങ്കിലും മോതാതെ അതിൽ പോവാറില്ല. നിങ്ങളും അങ്ങനെയൊക്കെ ആവണമെന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റത്ത് ശൈഖിന തുർപ്പനച്ച് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വ ഇലാ ഹദ്റത്ത് ശൈഖിന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വ ഇലാ ഹദ്റത്ത് അഖീന മുഹമ്മദ് സിജാൽ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله ലാസ്റ്റ് അധ്യക്ഷന ഫെസ്താന്റെ ചെറിയ ദുആയോട് കൂടെ നമുക്ക് പിരിയാം. ഇരുന്നോളൂ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നിങ്ങളുടെ ആവേശമൊന്നും കെടുത്താനല്ല, മറിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാര്, പ്രിയപ്പെട്ട കുട്ടികൾ പലരും ജഡ്ജ്മെന്റിന് ഇരുന്ന സമയത്തുള്ള പ്രോഗ്രാമിന്റെ അവരുടെ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് ചോദിക്കുന്നത് കണ്ടു. സന്തോഷമുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് കിട്ടിയില്ല, എവിടെയൊക്കെ പോരായ്മയുണ്ട്, ഇങ്ങനെ ഓരോ പോയിന്റുകളും ആ ജഡ്ജ്മെന്റിന്റെ ചെയറിൽ ഇരിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അറിയുന്നതൊക്കെ നമ്മുടെ ഉസ്താദുമാർ നിങ്ങളോട് പറഞ്ഞു തരും. അതുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ മുമ്പിൽ ജാമിയ ഫെസ്റ്റ് വരാനുണ്ട്. അത് നമുക്ക് ഗംഭീരമാവണം. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രശസ്തി ഉയരുന്ന രീതിയിൽ നമുക്കതൊക്കെ വലിയ നേട്ടങ്ങൾ നേടാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ആഴ്ച ഇൻസ്പെക്ഷൻ വരാനുണ്ട്. അപ്പോഴേക്കും സിലബസുമായി ബന്ധപ്പെട്ട CE വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. ഇൻഷാ അല്ലാഹ് ഇത് ഫെസ്റ്റ് കഴിയുന്നതോടുകൂടെ എല്ലാ ആവേശവും കെടരുത്. ബാസിദ് ഉസ്താദ് പറഞ്ഞല്ലോ, എത്രയോ 10,000 കണക്കിന് രൂപ ചെലവഴിച്ചത് ഫലവത്താകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നിന്ന് കിട്ടിയ ഊർജം ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യം പ്രഖ്യാപിക്കുന്നത് ഓരോ വിഭാഗത്തിലെയും കലാപ്രതിഭകളെയാണ്. ഈ സ്ഥാപനത്തിന്റെ വരും നാളുകളിൽ ഫെസ്റ്റുകളിലൊക്കെ തിളങ്ങേണ്ടവർ ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഹിഫ്ള് വിഭാഗത്തിൽ, ഹിഫ്ള് കാറ്റഗറിയിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 46 പോയിന്റുമായി 46 പ്രിയപ്പെട്ട അൽ ഹാഫിൽ നിഷാൻ, അൽ ഹാഫിൽ നിഷാൻ കാംബ്രിഡ്ജ് എവിടെ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മനോഹർ ഉസ്താദ് ഓർമ്മപ്പെടുത്തി, ഹിഫ്ള് വല്ലാത്ത
വാശിയേറിയ കോമ്പറ്റീഷൻ ആയിരുന്നു. തൊട്ടു പിന്നിൽ 1-2 പോയിന്റുകൾ വ്യത്യാസത്തിൽ 44, 42 പോയിന്റ് നേടിയ പ്രതിഭകൾ ഹിഫ്ളിന്റെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുള്ള ഒരു വാർത്ത കൂടിയാണത്. 1-2 പോയിന്റ് വ്യത്യാസത്തിലാണ്. അവരുടെ പേര് കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അൽ ഹാഫിൽ മുഹസിൻ, അതുപോലെ അൽ ഹാഫിൽ ജസീൽ, അവരൊക്കെ ഹിഫ്ള് പൂർത്തിയാക്കിയ കുട്ടികളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ബിദായ വിഭാഗത്തിൽ കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 51 പോയിന്റുമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ മുജ്തബ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. വിധി അങ്ങനെയാണ്. ഇരിക്കും. മാഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് വരും ഫെസ്റ്റിൽ ഞാനായിരിക്കുമെന്ന സന്ദേശം ഈ ക്യാമ്പസിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് സയ്യിദ് അബൂ താഹിർ 50 പോയിന്റ് നേടിയിട്ടുണ്ട്. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് കലാപ്രതിഭാ പട്ടം മുജ്തബ നേടിയിട്ടുള്ളത്. തങ്ങൾ എണീറ്റ് നിൽക്കണം. മാഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഭിനന്ദനങ്ങൾ. അതുപോലെ ഊല വിഭാഗത്തില് വിഭാഗവും 66 പോയിന്റുമായിട്ട് ഈ ക്യാമ്പസിൽ വീണ്ടും ഓക്സ്ഫോർഡിന്റെ ഗർജനം. പ്രിയപ്പെട്ട അൽ ഹാഫിദ് നശ്വാൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നശ്വാൻ, മാഷാ അല്ലാഹ്, അഭിനന്ദനങ്ങൾ. അല്ലാഹു ഉന്നത വിജയം നൽകട്ടെ. ഇനി വീറും വാശിയും നിറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന സനവിയ വിഭാഗത്തിലെ ഏറ്റവും മികച്ച കലാപ്രതിഭ സ്റ്റാൻഫോർഡ് ഗ്രൂപ്പിന്റെ എല്ലാമായ 48 പോയിന്റ് വാങ്ങിയ പ്രിയപ്പെട്ട മുർഷിദ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ആ തൂണിന്റെ പിറകിൽ ഒരു പ്രതിഭ എണീറ്റ് നിൽക്കുന്നുണ്ട്. എല്ലാവരും തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ. അല്ലാഹു അദ്ദേഹത്തിന് ഉയർച്ച കൊടുക്കുമാറാവട്ടെ. ഇനി അലിയ വിഭാഗം. നമുക്കറിയാം, ചെറിയ മക്കൾ പോരാട്ട വീതിയിൽ അവരിങ്ങനെ ഒരുങ്ങുന്ന വേളയിൽ അവരെയും സഹായിക്കണം. ഞങ്ങളുടെ സ്വന്തം പരിപാടിയും അവർക്ക് നോക്കേണ്ടതുണ്ട്. സീനിയർ വിദ്യാർത്ഥികളായ അലിയ ടീം, അവരിൽ വീണ്ടും ഈ സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിൽ ഓക്സ്ഫോർഡിന്റെ ഗർജനം. പ്രിയപ്പെട്ട മുനവ്വർ അലി 52 പോയിന്റ് വാങ്ങി പ്രതിഭ പട്ടം നേടിയിരിക്കുന്നു. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അതെ, ചില പ്രതിഭകൾ അങ്ങനെയാണ്. അവര് കാണുന്നിടത്തൊന്നും ഉണ്ടാവൂല. ബോർഡിന്റെ പിറകെ ആ പ്രതിഭയുണ്ട്. അള്ളാഹു ഉയർച്ച കൊടുക്കുമാറാവട്ടെ. അലിയ വിഭാഗം ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ പോരാട്ടം നടന്ന ഒരു കാറ്റഗറിയാണ്. അതില് പ്രിയപ്പെട്ട ഉനൈസ് ഒമാനൂർ എവിടെ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് പ്രതിഭ പട്ടം കിട്ടാതെ പോയത്. ജഡ്ജ്മെന്റിന്റെ ആ ചെയറിൽ ഇരിക്കുമ്പോ പിക്ക് ആൻഡ് ടോക്ക് മത്സരം നടന്നപ്പോ ഇംഗ്ലീഷ് ഭാഷയിൽ
ആ സ്പോട്ട് വിഷയം വാങ്ങിയിട്ട് സമയം തീരുന്നതുവരെ സദസ്സിനെ ജഡ്ജിമാരെയൊക്കെ വിറപ്പിച്ചുകൊണ്ട് മനോഹരമായ പ്രസംഗം നടത്തിയത് ഓർമ്മയിൽ വരുന്നു. മറ്റുള്ളവരെ ഒരുക്കുന്നതോടൊപ്പം തന്റെ പരിപാടി ഒട്ടും മോശമല്ലാതെ അവതരിപ്പിച്ചു. അള്ളാഹു ഉയർച്ച കൊടുക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫൈനൽ റിസൾട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ 12 ഉസ്താദുമാർ കൂടെ നമുക്ക് ചില സന്ദേശങ്ങൾ പകർന്നു തരാനുണ്ട്. അത് ഒക്കെ കേൾക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഫൈനൽ റിസൾട്ട് വായിക്കുകയാണ്. ടോട്ടലാണ് വായിക്കുന്നത്. ടോട്ടൽ പോയിന്റ്, നോൺ സ്റ്റേജ്, അതുപോലെ സ്റ്റേജ്, കുല്ലിയ, ശ്രദ്ധിക്കുക. ഫൈനൽ റിസൾട്ട് വായിക്കുകയാണ്. കുറെ സമയമായിട്ടുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും ഇത് പറയാതെ നിങ്ങളാരും നിങ്ങളുടെ ഹോസ്റ്റലുകളിലേക്ക് കിടന്നുറങ്ങാൻ പോകൂല എന്നും അറിയാം. അതുകൊണ്ട് എത്ര നീട്ടിയാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്റ്റേജ് ഇനത്തിൽ 450 പോയിന്റ് നേടിക്കൊണ്ട് 450 പോയിന്റ് നേടിക്കൊണ്ട് സ്റ്റേജ് ഇനത്തിൽ കാംബ്രിഡ്ജ് 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. $365 പോയിന്റ് നേടിക്കൊണ്ട് ഓക്സ്ഫോർഡ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. എന്നാൽ ടുമിക്കിന്റെ ചരിത്രത്തിൽ സ്റ്റേജ് അത് ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് നേടാൻ സ്റ്റേജ് ഇനം അത് ഞങ്ങളുടേത് സ്വന്താണ്, ആർക്കും വിട്ടുതരൂല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു ടീം പിന്നിലിരിക്കുന്നുണ്ട്. ആ ചെടിയുടെ ചാരത്ത് ഇങ്ങോട്ട് നോക്കുക എല്ലാരും. ആ ടീം 523 പോയിന്റ് നേടി സ്റ്റാൻഫോർഡ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. എന്നാൽ സ്റ്റേജ് ഇനത്തിൽ 342 പോയിന്റ് വാങ്ങി വരും ഫെസ്റ്റുകളിൽ ഞങ്ങൾ ഒന്നായിരിക്കും പിന്നിൽ നിന്ന് ഞങ്ങൾ ഓട്ടം തുടങ്ങിയിട്ടുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഹാർവാർഡ് കുല്ലിയ നോൺ സ്റ്റേജ് ഞങ്ങൾ ആളുകൾ കാണുന്നിടത്തല്ല, നോൺ സ്റ്റേജിൽ ഞങ്ങളുടെ തൂലിക തുമ്പിൽ നിന്നും ഉതിർന്നു വീണ ഓരോ മഷിത്തുള്ളികളും ടുമിക്കിന്റെ ചരിത്രത്തിൽ ഞങ്ങളുടെ ടീമിനെ വാനോളം ഉയർത്തിയിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഏതോ ഒരു ടീം ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. നോൺ സ്റ്റേജ് വിഭാഗത്തില് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് 2ാമത് പറയും ഇൻഷാ അല്ലാഹ്. 1ാം സ്ഥാനം നേടിയ ടീമിനെ പറയും മുമ്പ് 2ാം സ്ഥാനം നേടിയത് പലപ്പോഴും നേരത്തേക്ക് മുഴങ്ങി കേട്ട ഒരു നാമം, അതെ ഓക്സ്ഫോർഡ്. വീണ്ടും നോൺ സ്റ്റേജ് ഇനത്തിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു 440 പോയിന്റ്. എന്നാൽ 417 പോയിന്റ് നേടി 417 പോയിന്റ് നേടി 2ാമത് പറയേണ്ടത് 1ാം സ്ഥാനാണ്. 492 പോയിന്റ് നേടി നോൺ സ്റ്റേജ് ഇനത്തിൽ
ഞങ്ങൾ തീർത്ത വിപ്ലവം ഇവിടെ മൊയങ്ങി കേൾക്കട്ടെ. സ്റ്റാൻഫോർഡ് 1-ാം സ്ഥാനം നേടിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു ചരിത്രം പിറവിയെടുക്കുകയാണ്. നോൺ സ്റ്റേജ് ഇനത്തിൽ ഞങ്ങൾ ഈ വർഷമല്ല വരും വർഷങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് 367 പോയിന്റ് നേടി. 367 ട്രിപ്പിൾ സെഞ്ചുറിയും കടന്ന് 67 പോയിന്റ് അധികം നേടി 4-ാം സ്ഥാനം നേടിയിരിക്കുന്നു കാംബ്രിഡ്ജ്. അല്ലാഹു അക്ബർ. എന്നാൽ 1-നും 2-നും പിറകെ 3-ൽ ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഹാർവാർഡ് 417 പോയിന്റ്. ഇനി കുല്ലിയ വിഭാഗത്തില് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത് നേരത്തെ വായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും തക്ബീർ ചെല്ലുക. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത് 175 പോയിന്റ് നേടി ഓക്സ്ഫോർഡ്, 147 പോയിന്റ് സ്റ്റാൻഫോർഡ്, 102 പോയിന്റ് നേടി ഹാർവാർഡ് 4-ാം സ്ഥാനം നേടിയിരിക്കുന്നു. 113 പോയിന്റ് നേടി കാംബ്രിഡ്ജ് 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കാൽക്കുലേറ്ററുകൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ വിരൽ തുമ്പുകളിൽ നിന്ന് പേനയുടെ ആ തുമ്പിലൂടെ പേപ്പറുകളിൽ കൂട്ടി തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കണക്ക് കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് ഏറ്റവും ഈ യൂത്ത് ഫെസ്റ്റിന്റെ ജേതാക്കളായിട്ടുള്ളത് ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ലോകത്ത് ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ഈ വർഷത്തിൽ ഫെസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയിട്ടുള്ളത് 1162 പോയിന്റ് നേടി. 1162 1162. 1-ാം സ്ഥാനം നേടിയിട്ടുള്ളത് സ്റ്റാൻഫോർഡ്. 861 പോയിന്റ് 861 പോയിന്റ് നേടി. തൊട്ടുപിറകിലല്ലെങ്കിലും കുറച്ചപ്പുറത്ത് ഞങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തങ്ങൾ തീർത്ത വിപ്ലവം ഉറക്കെ പറയുന്ന ഒരു കൂട്ടരെ ആ ക്യാമറയുടെ തൊട്ടു പിന്നിൽ കാണാം. ഇങ്ങോട്ട് നോക്കുക. അവരാണ് 4-ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഹാർവാർഡ്. എന്നാൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ച സ്റ്റാൻഫോർഡിന്റെ തൊട്ടുപിറകിൽ ഒരുപാട് വിപ്ലവങ്ങൾ തീർത്ത് ഞങ്ങളും കൂടെയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് 1000 കുറഞ്ഞ അകലം നിൽക്കുന്ന 980 പോയിന്റ് നേടി ഓക്സ്ഫോർഡ് 2-ാം സ്ഥാനം നേടിയിരിക്കുന്നു. 930 പോയിന്റുമായിട്ട് കാംബ്രിഡ്ജ് 3-ാം സ്ഥാനം നേടിയിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് ജസീൽ ഫൈസി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഒരു ആവേശത്തിൻ്റെ ഇടയിൽ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും നിങ്ങളുടെ ഈ പ്രയത്നങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത ഫെസ്റ്റുകളിലേക്ക് ഇതിലേറെ നല്ല രീതിയിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ഉസ്താദുമാരും വിദ്യാർത്ഥികളുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മോനപ്പെട്ട എല്ലാവരും ഒന്ന് സദസ്സിലേക്ക് വരണം, കുറച്ച് പുറത്തേക്ക്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ബാസിത്ത് വൈസ് ഉസ്താദ് അധ്യക്ഷന് വേണ്ടി സാധിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രാർത്ഥനകൾ മാത്രം. ഓവറോൾ ട്രോഫി സ്വീകരിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ടീമിനിപ്പോൾ വിളിക്കപ്പെടും. ടീം ക്യാപ്റ്റന്മാരും കൺട്രോളേഴ്സും അതുപോലെ മാനേജർമാരും ഒക്കെ ഓരോ ടീം മാനേജ്മെന്റിൽപ്പെട്ട ടീം മാനേജർമാര്, ക്യാപ്റ്റന്മാര്, വൈസ് ക്യാപ്റ്റന്മാരൊക്കെ സ്റ്റേജിലേക്ക് ട്രോഫി സ്വീകരിക്കാൻ കടന്നു വരേണ്ടതാണ്. ഇനി പ്രിയപ്പെട്ട സാദ് വൈസ് സാദ് നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള ആവേശം നമ്മുടെ അടുത്ത എക്സാമുകൾ അതുപോലെ തന്നെ ജാമിയ ഫെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞ് ദുആവസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അവാർഡ് കൈമാറ്റത്തിന് ഈ സദസ്സ് സാക്ഷ്യം വഹിക്കുകയാണ്. ഹലോ, വാശിയേറിയ മുനാദറ മത്സരത്തിലെ അന്നാദിമുൽ ആലമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റബ്ബാനി സ്റ്റാൻഫോർഡ് റബ്ബാനി വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അവാർഡ് കൈമാറ്റത്തിന് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റഷീദ് വാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. ഹലോ, ഏതാ നോക്കി ഹിഫ്ള് വിഭാഗത്തിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മത്സരാർത്ഥികളും മുന്നിലേക്ക് വരണം. ഹിഫ്ളിൽ നിന്നും കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട നിഷാൻ, കാംബ്രിഡ്ജ് ഗ്രൂപ്പിൽ നിന്നും നിഷാൻ വേദിയിലേക്ക് കടന്നു വരാം. ബിദായ വിഭാഗത്തിൽ നിന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും അൽ ഹാഫിൽ മുജ്തബ. അല്ലാഹു അക്ബർ. അൽ ഹാഫിൽ മുജ്തബ ബിദായ വിഭാഗം കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഊല വിഭാഗം കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് അൽ ഹാഫിൽ മുഹമ്മദ് നശ്വാൻ ഫ്രം ഓക്സ്ഫോർഡ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സാനേവിയ വിഭാഗത്തിൽ നിന്ന് കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് മുർഷിദ് ഫ്രം സ്റ്റാൻഫോർഡ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അലിയ വിഭാഗത്തിൽ നിന്ന് കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മുനവ്വിർ അലി ഫ്രം ഓക്സ്ഫോർഡ്. ഈ പരിപാടി ആക്ഷേപങ്ങളൊന്നുമില്ലാതെ മനോഹരമായി കൈകാര്യം ചെയ്ത ഫെസ്റ്റ് വോളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് വേദിയുടെ മുൻവശത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്.
സോലിഹ്, സഅദ്, ജലാലുദ്ദീൻ, സിനാൻ KP നമ്മുടെ ഫെസ്റ്റിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഈ ഫെസ്റ്റ് വോളണ്ടിയേഴ്സ് സോലിഹിനുള്ള അവാർഡ് മുഹമ്മദ് വാഫി ഉസ്താദ് കൈമാറുന്നു. ജലാലുദ്ദീൻ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സിനാൻ KP, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഅദ്, ഈ ജൽവയൊരുക്കിയ ഈ മനോഹരമായ യൂത്ത് ആർട്സ് കാർണിവലിനെ ജൽവയുടെ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ഉല്ലേഖനം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്ത ഫൈൻ ആർട്സിന്റെ കരുത്തരായ കർമ്മധീരർക്ക് ജൽവ സമ്മാനിക്കുന്ന ഉപഹാരം ഉസ്താദ് അഷ്റഫ് അൽ ഹൈതമി ഉസ്താദ് അവർകൾ നൽകുന്നു. മഷ്ഹൂദ് കെ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തഖബ്ബലല്ലാഹു മിൻകും സഅയക്കും. നിഹാൽ TK, ഷമീം K, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തഖബ്ബലല്ലാഹു. ഷമീം K, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സാബിത് PK, ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഈ ഫെസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഗംഭീരമാക്കിയ ബഹുന്യരായ നമ്മുടെ ഉസ്താദുമാർക്ക്, കൺട്രോളേഴ്സിന്റെ കൂടെ ഉറക്കമൊഴിച്ച എത്രയോ രാത്രികളുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഓടി നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാര് ഉസ്താദുമാരെ അഭിനന്ദിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അവർക്ക് ജൽവ സംഘടിപ്പിക്കുന്ന, ജൽവ നൽകുന്ന സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫൈസ് ഉസ്താദിനെയും എല്ലാവരും ഒന്ന് സദസ്സിക്കൊന്ന് വരണം. ഇവിടെ ഉള്ള ആളുകളൊക്കെ, വിദ്യാർത്ഥികളൊന്ന് ഈ സൈഡിലുള്ളവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരണം. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് ജൽവ പ്രിയ ഗുരുവര്യർക്ക് നൽകുന്ന സ്നേഹോപഹാരം നൽകാൻ ബഹുമാനപ്പെട്ട ഫൈസ് ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. ഉസ്താദ് മുനവ്വർ ഹുദവി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് ബാസിദ് ഫൈസി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് ഷാക്കിർ വാഫി.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കൂടെ നിന്ന മറ്റു സഹപ്രവർത്തകരെയും ഉസ്താദുമാരെയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബാസ്തു വൈസി മൈത്ര, മുഹമ്മദ് അലി വാഫി ഉസ്താദ്, ജസീൽ വൈസി ഉസ്താദ് അടക്കമുള്ള എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിക്കുന്നു. അള്ളാഹു നിങ്ങളിൽ നിന്നും കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓവറോൾ ട്രോഫി വിതരണമാണ് ഇനി ഇവിടെ നടക്കുന്നത്. അത് ഈ ഫെസ്റ്റിന്റെ ജേതാക്കളായ ടീം, അവരുടെ ടീം ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, അവരിലെ കലാപ്രതിഭകൾ ഒക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് സ്വീകരിക്കുക. അള്ളാഹു നിങ്ങളുടെ വിജയം ഇരു വീട്ടിലും ഉന്നതികൾ കീഴടക്കാനുള്ള അതിൻ്റെ കാൽവപ്പായി റബ്ബ് കബൂലാക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിന്റെ സമാപന ചടങ്ങ് അഥവാ ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണം നടക്കുകയാണ്. ബഹുമാന്യരായ ഉസ്താദുമാർ ചേർന്ന് നൽകും. ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും ടീം മാനേജർമാരൊക്കെ സ്റ്റേജിലേക്ക് കടന്നു വരിക. ആദ്യമായി യൂത്ത് ആർട്സ് കാർണിവലിന്റെ യൂത്ത് ആർട്സ് കാർണിവലിന്റെ പോരാട്ട പ്രതലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് കലയുടെ കനലിൽ കലഹം തീർത്ത് ജൽവ ഒരുക്കിയ ഈ ഓവറോൾ കിരീടം ചൂടിയിരിക്കുന്നു. ഈ ഫെസ്റ്റിന്റെ ഓവറോൾ ചാമ്പ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ടീം സ്റ്റാൻഫോർഡ് അവാർഡ് സ്വീകരിക്കുവാൻ വേണ്ടി ഗ്രൂപ്പിന്റെ നേതൃത്വം വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. Second runners up, Team Cambridge.